السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സ്നേഹധന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ അത് നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനും അത് കേൾക്കാനുമുള്ള അവസരം അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ആമുഖ സംസാരത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ റമദാനിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക്
കയറി വരാനുള്ള ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുക. ആ വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വ്യക്തിയെ നാം എത്രമാത്രം ആദരിക്കുമോ, ബഹുമാനിക്കുമോ, എത്രമാത്രം ആ അതിഥിയെ നമ്മൾ സൽക്കരിക്കുമോ, അതനുസരിച്ചായിരിക്കും ആ അതിഥി നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയാൽ നമ്മെക്കുറിച്ച് സംസാരിക്കുക. നമ്മെ അറിയുന്നവരെക്കുറിച്ച്, നമ്മളും അയാളും അറിയുന്നവരെക്കുറിച്ച് ഒരുപാട് ആളുകളോട് അയാൾ നമ്മെക്കുറിച്ച് സംസാരിക്കും. എന്തു നല്ല മനുഷ്യനായിരുന്നു അയാൾ, എന്തുമാത്രം നല്ല ആദരവും ബഹുമാനവുമാണ് അതിഥി എന്ന നിലക്ക് അദ്ദേഹം എനിക്ക് തന്നത്. ഇങ്ങനെ തുടങ്ങി ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ അയാൾ നമ്മെക്കുറിച്ച് പറയുമെന്നത് ഉറപ്പാണ്. എന്നാൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു. അയാൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊരു സൗകര്യവും ചെയ്യുന്നില്ല. അയാൾ വീട്ടിലേക്ക് വന്നത് ഗൗനിക്കാതെ നമ്മൾ നമ്മുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അതിഥി തിരിച്ചു പോകുമ്പോൾ അതിഥിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ആ അതിഥി നമ്മെ അറിയുന്നവരോട്, ആ അതിഥിയുടെ കുടുംബത്തോട്, കൂട്ടുകാരോട് ഒക്കെ നമ്മെക്കുറിച്ച് എന്തായിരിക്കും പറയുക? തീർച്ചയായും വളരെ മോശമായ രൂപത്തിലായിരിക്കും അയാൾ നമ്മെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ ഏതു വിഭാഗത്തിലാണ്? ഈ സദസ്സ് തുടങ്ങുമ്പോൾ ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ചോദിക്കാനുള്ളത്, ഈ അതിഥി സൽക്കാരത്തിൻ്റെ വിഷയത്തിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉണ്ടാവുക? അതിഥിയെ ആദരിച്ചവരുടെ കൂട്ടത്തിലുണ്ടാകുമോ, അതല്ല അതിഥിയെ അപമാനിച്ചവരുടെ കൂട്ടത്തിലുണ്ടാകുമോ? എല്ലാവരും ഒന്നിച്ചു പറയും, അതിഥിയെ ആദരിക്കുക എന്നുള്ളതിൽ ഒരു സംശയമല്ല, ഞങ്ങൾ അവിടെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള ഏറ്റവും ആദരണീയനായ അതിഥി അത് പരിശുദ്ധ റമദാനാണ്. റമദാനിനോളം പവിത്രതയുള്ള, മഹത്വമുള്ള മറ്റൊരു അതിഥിയും നമ്മുടെ വീട്ടിലേക്ക്, ജീവിതത്തിലേക്ക് വരാനില്ല. ആ ഒരു അതിഥിയെ ആ ഒരർത്ഥത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, അവിടെയാണ് ഈ അഹ്ലൻ റമദാൻ പ്രസക്തമാകുന്നത്. ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആ അതിഥിയെ അതിൻ്റെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളും കഴിഞ്ഞ റമദാനിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ആ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ പ്രത്യേകിച്ച് ഖുർആനിൻ്റെ ആയത്തുകൾ ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാകും. കഴിഞ്ഞ റമദാൻ മുതൽ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ മറ്റ് ഇബാദത്തുകളിലും വ്യത്യാസം വന്നിട്ടുണ്ടാകും. അതാണ് ആ റമദാന് ശരിക്ക് അതിഥി എന്ന നിലക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന മാറ്റം. ഇല്ല എങ്കിൽ, അങ്ങനത്തെ ഒരു മാറ്റമൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഈ റമദാൻ ആ നിലക്കൊരു മാറ്റമുണ്ടാക്കുന്നതാകണം. അതാണ് ഈ നിലക്ക് ഞാനും നിങ്ങളും ചിന്തിക്കണമെന്ന് പറയാനുള്ള കാരണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ അടുത്തതാ നമ്മൾ പറഞ്ഞു വന്നത്, വിശുദ്ധ റമദാൻ എന്ന അതിഥിയെ നമ്മൾ സ്വീകരിക്കേണ്ട രൂപത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല അതിഥിയാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ബലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് രണ്ട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും മുസ്ലിമായി കഴിഞ്ഞു. മുസ്ലിമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ഇവരെ സംരക്ഷിക്കുക? ആരാണ് ഇവർക്ക് ജീവിക്കാനുള്ള അക്കമഡേഷൻ നൽകുന്നത്? ആരാണെന്ന് ചോദിക്കുമ്പോൾ
മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ രണ്ട് അതിഥികളെയും കൊണ്ടുപോകുന്നു. എന്നിട്ടോ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ രണ്ടു പേരിൽ ഒരാൾ ഏറ്റവും നന്നായി പരിശ്രമിക്കുന്ന അമലുകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു രണ്ടാമത്തെ വ്യക്തിയെക്കാളും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ഒന്നാമത്തെ വ്യക്തിയതാ ഒരു യുദ്ധത്തിൽ വെച്ച് ഷഹീദാകുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ വ്യക്തിയും ലോകത്തോട് വിട പറഞ്ഞു. രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ മരണപ്പെടുന്നത് തൻ്റെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ്, തൻ്റെ വീട്ടിൽ വെച്ചാണ്. പക്ഷേ കുറെ ദിവസങ്ങൾക്ക് ശേഷം മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലാണ് എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാകുന്നതും ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നുകൊണ്ട് കാര്യം പറയുന്നതും. എന്താണ് അദ്ദേഹം കണ്ട സ്വപ്നമെന്നറിയുമോ? ഞാനും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ രണ്ട് സ്വഹാബിമാരും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. എന്നിട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ വ്യക്തിയുണ്ടല്ലോ, തൻ്റെ വിരിപ്പിൽ കിടന്നു മരണപ്പെട്ട വ്യക്തി, ആ വ്യക്തിയോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വീണ്ടും സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. അപ്പോൾ ഒന്നാമതായി ഷഹീദായ മനുഷ്യനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. മൂന്നാമതായും സ്വർഗ കവാടം തുറക്കപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കു സമയമായിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഈ സംഭവം നബിയുടെ അടുത്ത് ചെന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് സ്വഹാബികളും പറയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, മിൻ അയ്യി ദാലിക തഅജബൂൻ, ഈ സംഭവത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? ഇതിലെന്താണ് ഇത്ര അത്ഭുതം എന്ന് ചോദിക്കുമ്പോ മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒന്നാമത്തെ മനുഷ്യൻ യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദായവനാണല്ലോ, അയാളല്ലേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്, പിന്നെയല്ലേ സ്വന്തം വിരിപ്പിൽ കിടന്നു മരിച്ച മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഷഹീദിനല്ലേ തോന കൂലിയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു എന്നാണ്. ഉടൻ തന്നെ റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കുന്നു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, ഈ ഒന്നാമത്തെ വ്യക്തി അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞതിനു ശേഷവും രണ്ടാമത്തെ വ്യക്തി ഒരു കൊല്ലം ജീവിച്ചില്ലേ? സ്വഹാബികൾ പറഞ്ഞു, അതേ റസൂലേ, അയാൾ ഒരു കൊല്ലം കൂടി ജീവിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ റസൂലുള്ളാഹി ചോദിക്കുന്നു, വഅദ്റക റമളാൻ, ആ മനുഷ്യന് ഒരു റമളാൻ കൂടി അധികം ലഭിച്ചിട്ടുണ്ടാവുകയില്ലേ? ആ റമളാനിൽ ഫസാമ വസല്ല കദാ വകദാ മിൻ സജദത്തിൻ, ആ റമളാനിൽ ഈ മനുഷ്യൻ നോമ്പെടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ റമളാനിലും അല്ലാത്ത കാലത്തും ഈ മനുഷ്യൻ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടാകും. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്, അയാൾക്ക് നോമ്പ് കിട്ടിയിട്ടുണ്ട്, നിസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, റമളാൻ അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മനുഷ്യരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ച് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ഒരാൾക്ക് ഒരു വർഷത്തെ റമളാനിലെ നോമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ
ഷഹീദായൊരു മനുഷ്യനും അയാളും വെച്ച് തുലനം ചെയ്തുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് അവർ രണ്ടുപേരും ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമുണ്ട് എന്നാ. അതാണ് അള്ളാഹു വളരെ ഗൗരവത്തിൽ പറഞ്ഞത്, അസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പെനിക്കുള്ളതാണ്, നോമ്പിന് കൂലി നൽകുന്നത് ഞാനാണ്, വാരിക്കോരി കണക്കില്ലാതെ കൂലി നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് അല്ലാഹ് കൃത്യമായി പഠിപ്പിച്ച ആ റമദാനാ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. ഒരു വേള ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതിനേക്കാളേറെ പ്രതിഫലം നൽകുന്ന, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മറ്റേത് അതിഥിയാണ് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത്? അതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ അതിഥിയാണ് നോമ്പ് എന്ന് പറഞ്ഞത്. ഇനിയോ നേരെ തിരിച്ചു നോക്കി നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി പഠിപ്പിച്ച ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഈ റമദാൻ മാസത്തിലെ നോമ്പിനെ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, മൻ അദ്റക റമദാൻ, ആരെങ്കിലും ഒരു റമദാൻ മാസം ഒരാൾക്ക് കിട്ടി, എന്നിട്ടോ ഫമാത, ആ റമദാനോടുകൂടി ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തു, ഫലം യുഗ്ഫറ ലഹു, ആ മനുഷ്യന്റെ പാപങ്ങളൊന്നും ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെട്ടില്ല. ഒരാൾക്ക് നോമ്പ് കിട്ടി, പക്ഷേ ആ നോമ്പ് കഴിഞ്ഞിട്ടാണ് അയാൾ മരണപ്പെട്ടത്, എന്നിട്ട് പോലും അയാളുടെ തെറ്റുകളൊന്നും നോമ്പ് കാരണം പൊറുക്കപ്പെട്ടില്ല. ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അഥവാ നോമ്പിനെ പരിഗണിച്ചില്ല എന്നർത്ഥം. നോമ്പെടുത്തില്ല എന്നല്ലോ, നോമ്പിനെ പരിഗണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫദഖലന്നാർ, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്, അവനെ അല്ലാഹുവിൽ നിന്ന് അകറ്റുന്നതാണ്. എന്നാലോചിച്ചു നോക്കാം നിങ്ങൾ, രണ്ടും നോമ്പുകാരാ, രണ്ടും നോമ്പ് കിട്ടിയ മനുഷ്യരാണ്. ഒന്നല്ലാഹു പ്രത്യേകം ആദരിച്ച് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകുന്നവർ, രണ്ടാമത്തതോ റമദാനിനെ ശരിക്കും ഉപയോഗപ്പെടുത്താതെ നോമ്പുകാരനായിട്ടും നരകം വാങ്ങേണ്ടി വന്നവൻ. ഇതിലേതാണ് ഞാനും നിങ്ങളും എവിടെയാണ് ഉണ്ടാകുക? വിശ്വാസികളെ, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു കൃത്യമായ ധാരണയുമില്ലാതെ റമദാനിലേക്ക് പ്രവേശിക്കുന്നവർക്കാണ് ഈ ദുരന്തം സംഭവിക്കാനാണ്. നമ്മുടെ അധ്യക്ഷ ഭാഷണത്തിൽ അദ്ദേഹം വളരെ ലളിതമായി അത് സൂചിപ്പിച്ചു, അല്ലേ? നിങ്ങൾ നോക്കിയും നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, റമദാനിന് വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ വിജയം നമുക്ക് കുറിക്കപ്പെടും. നേരെമറിച്ച് റമദാനായിട്ടും എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും നോമ്പെടുക്കാന്ന് ചിന്തിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പരാജയവും കുറിക്കപ്പെടും. എന്താ അറിയോ, ശരിക്കൊന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നല്ലൊരു കല്യാണം, വാപ്പ കുറേ ആളുകളെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, മകൻ കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ട്, ജ്യേഷ്ഠനും അനുജനും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കുറേ ആളുകളെ കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു, ചെറിയ ഒരു ഓഡിറ്റോറിയം തീരുമാനിച്ചു. വേറൊന്നും ആ കല്യാണത്തിന് വേണ്ടി ചെയ്തില്ല, കുറച്ചൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടി. കല്യാണത്തിൻ്റെ ദിവസം വന്നു, അതിനു മുമ്പ് ഒരു പ്ലാനിങ്ങും ഇല്ല. ആളുകൾ, ഓഡിറ്റോറിയത്തിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കല്യാണത്തിന് വന്നു. വെച്ച ഭക്ഷണം തികയാഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഭക്ഷണം വെച്ചു. അവസാനം കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാതെ തിരിച്ചുപോയി. ഒരുപാട് ആളുകൾക്ക് വിവാഹത്തെക്കുറിച്ച് പരാതിയുണ്ടായി. ഏതുവരെ എന്നറിയുമോ? ആ കല്യാണം നടത്തിയ മനുഷ്യനില്ലേ, അയാൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ പോലും തലമുറകളായി പറയും, ഇന്ന മനുഷ്യന്റെ വീട്ടിൽ കല്യാണം നടത്തിയതുപോലെ. കാരണം എന്തേ? വേറൊന്നുമല്ല, കല്യാണമൊക്കെ ഗംഭീരായിരുന്നു, ആദ്യം വെച്ച ഭക്ഷണം ഉഷാറായിരുന്നു. പക്ഷേ കല്യാണത്തിന് മുമ്പൊരു
കൂടിയാലോചന, ഒരു ഒരുക്കം, മുന്നൊരുക്കം അതുണ്ടായില്ല. ശരിക്കും എല്ലാവരും കൂടി എത്ര ആളുണ്ടാകും, എങ്ങനെ എന്തൊക്കെ ഭക്ഷണം വെക്കണം, ആരൊക്കെ വിളിക്കണം ഒക്കെ തീരുമാനിച്ച് ഒരു മേശയുടെ ചുറ്റുമിരുന്നൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം വലിയ വഷളത്തിലേക്ക് ആ കല്യാണം പോകൂലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ റമദാനുകൾ, നമ്മുടെ കഴിഞ്ഞ നോമ്പുകൾ ഇതുപോലെ പ്ലാനിങ് ഇല്ലാത്ത കല്യാണം പോലെയല്ലേ കഴിഞ്ഞത്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു തവണയെങ്കിലും എൻ്റെ ജീവിതത്തിൽ റമദാനിൽ ഖുർആൻ ഓതി തീർക്കണം എന്ന് വിചാരിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? എന്നാൽ എല്ലാവരും കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതി തീർന്നോ? തീർന്നെങ്കിൽ തന്നെ അതെങ്ങനെയാണ്? റമദാന്റെ അവസാനത്തെ 10 ഉണ്ടായാൽ പിന്നെ ബേജാറാ. ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്നു, എന്നിട്ടോ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നു, എന്നിട്ട് നോൺ സ്റ്റോപ്പായിട്ടൊരു ഖുർആനോത്തുണ്ട് അല്ലേ? റമദാനിന്റെ അവസാനത്തെ 10 രാത്രിയും പകലൊന്നും വ്യത്യാസമില്ലാതെ ഖുർആനിൽ മുഴുക. ഇത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്തേ ആ റമദാനിൽ അവസാനത്തെ 10 ഇസ്തിഗ്ഫാറിന് ധാരാളം അവസരം നൽകണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടും നമ്മൾ ഖുർആനിൽ മുഴുകിയിരിക്കാൻ കാരണം? ദിവസം ഒരു ജുസ് ഖുർആൻ ഓതി തീർത്തു പോകുകയായിരുന്നെങ്കിൽ റമദാനിൽ അവസാനത്തെ 10 ഓരോ ദിവസവും ഓരോ ജുസ് ഓതി ബാക്കിയുള്ള സമയം ഇസ്തിഗ്ഫാറിനും ദുആഇനും ഉപയോഗിക്കായിരുന്നു. നമ്മളിങ്ങനെ പെൻഡിങ് ആക്കി വെച്ച് അവസാനം നോക്കിയപ്പോഴാണ് 25ഉം 28ഉം ജുസ് ബാക്കിയാ. അപ്പം പിന്നെ അത് ഓതി തീർക്കാനേ സമയമുള്ളൂ. ഇതാണ് പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പടച്ചോനെ എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ പൂർത്തിയറിഞ്ഞെന്ന് പറയാൻ നമുക്ക് സമയം കിട്ടൂല. പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ കടന്നു പോകും. അങ്ങനെ നരകാവകാശിയായി നമ്മളും മാറും. സഹോദരായി, റമദാനിനെങ്കിലും അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശക്തമായി ശ്രമിക്കണം. അതിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഇപ്പോഴേ ഒരുങ്ങേണ്ട ചില കാര്യങ്ങളാണ്. റമദാനിലേക്ക് പ്രവേശിക്കാൻ ഇനിയും 1, 10, 15 അല്ലെങ്കിൽ 10-ലധികം ദിവസങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഒരുങ്ങേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളില്ലേ? ഒന്നാമത്തത്, നമ്മളൊക്കെ അതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവരായിരിക്കും. എന്താണ്? കഴിഞ്ഞ വർഷം നോറ്റ് വീട്ടാൻ വല്ല നോമ്പും ബാക്കിയുണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടണം. അതിലൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല അല്ലേ? രണ്ടാമത്തതും ഏറ്റവും സുപ്രധാനമായതും, നോമ്പിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറയുമ്പോ വീടിനെ വൃത്തിയാക്കലാണതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. റമദാനിനുള്ള ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെക്കലാണതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. റമദാനാകുന്നതിന് മുമ്പ് പ്രത്യേക മെസ്സേജുകൾ ഉണ്ടാക്കി ആ മെസ്സേജുകൾ അയക്കലാണ് റമദാനിന്റെ മുന്നൊരുക്കം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തലാണ് റമദാനിന്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ വന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കപ്പെടുന്നു. എന്താ ചോദിക്കുന്നത്? കൈഫ കുൻതും തസ്തഖ്ബിലൂന റമദാൻ. എങ്ങനെയാണ് സ്വഹാബത്ത് നോമ്പെടുത്തത്? നോമ്പിനെ എങ്ങനെയാണ് സ്വഹാബത്ത് സ്വീകരിച്ചത്? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ചോദിക്കപ്പെട്ടതും അതേ വിഷയമാണ്. സ്വഹാബികളെ, നിങ്ങൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതാ ഒറ്റ വാചകത്തിൽ അതിനുത്തരം നൽകുന്നു. എന്താണ് അദ്ദേഹം പറയുന്നതെന്നോ? മാ കാന അഹദുനാ യജ്റഉ അലാ ഇസ്തിഖ്ബാലിൽ ഹിലാലി വഫീ ഖൽബിഹി ദർറതു ഹിഖദൻ അലാ അഖീഹിൽ മുസ്ലിം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും റമദാനിന്റെ ഹിലാലിനെ സ്വീകരിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും റമദാനിന്റെ മാസപ്പിറവിയെ സ്വീകരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. എങ്ങനെയല്ലാതെ ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന്
മറ്റുള്ള വിശ്വാസികളെ കുറിച്ചുള്ള വെറുപ്പ് നീക്കാതെ. സ്വഹാബികൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്തൊരു പണി അതാ. ഒരാളോടും വെറുപ്പും വിദ്വേഷവും, പ്രത്യേകിച്ച് മുസ്ലിമിനോട്, ഒരു മുസ്ലിമിനോടും ഒരു വെറുപ്പും വിചാരിക്കാതെ റമദാനിലേക്ക് പ്രവേശിക്കാൻ പറ്റിയാലേ റമദാനിനെ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വാചകത്തെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അർത്ഥശങ്കക്കൂടല്ലാതെ പറയാണ്, മ്ലേച്ഛമായ സംസാരങ്ങളും പ്രവർത്തികളും ഒഴിവാക്കാതെ നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കൊണ്ട് പടച്ച റബ്ബിൻ്റെ അടുത്ത് പ്രത്യേക പരിഗണന ഒന്നും കിട്ടാൻ പോണില്ല. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഒഴിവാക്കിയോ വെള്ളം ഒഴിവാക്കിയോ എന്നതിനേക്കാൾ ഉപരി അവന്റെ മനസ്സുകൊണ്ട് അവൻ നോമ്പെടുത്തിട്ടുണ്ടോ? മനസ്സുകൊണ്ട് നോമ്പെടുത്തവൻ തിന്മകളിൽ നിന്ന് മാറിയവനായിരിക്കും, അശ്ലീല സംസാരങ്ങൾ ഒഴിവാക്കിയവനായിരിക്കും, ഗീബത്തുകളും നമീമത്തുകളും പറയാത്തവനായിരിക്കും. അല്ലേ? ഒരു നിലക്കും അവൻ്റെ മനസ്സ് കളങ്കമില്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ചേക്കണേ, കഴിഞ്ഞ റമദാനും നമ്മുടെ ഈ വരുന്ന റമദാനും ഒക്കെ അങ്ങനെ ആകുമോ? നമ്മൾ എന്തോ ഒരു പ്രത്യേകതരം ഒരു ഭയങ്കര ധൈര്യത്തിലാണ്. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഹജ്ജും സക്കാത്തും ഉംറയും ഒക്കെ അതിൻ്റെ ഗൗരവത്തിൽ കാണുന്ന ആളാണ്, ഞാനൊക്കെ എന്തായാലും സ്വർഗത്തിലാണെന്ന. സഹോദരങ്ങളെ, ആ ഒരു ധാരണയാണ് പലപ്പോഴും എന്നെയും നിങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോവുക. ഞാൻ ചെറിയ ചരിത്രത്തിന്റെ ഭാഗം പറഞ്ഞുതരാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിയെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ലല്ലോ. മാത്രമല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്ത എന്താണ്? ധീരനാണ്, ശൂരനാണ്. ഏത് നിലക്കും മുക്കാനാ ചന്തയിൽ ചെന്നുകൊണ്ട് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള വ്യക്തിയാണ്, നീതിമാനാണ്, എല്ലാമാണ്. പക്ഷേ ഉമറെന്ന് കേൾക്കുമ്പോ വിറക്കുന്ന മനുഷ്യരില്ലേ? ആ ഉമറിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന സന്ദർഭം വരുന്നു. ഏതാ സമയം? നമുക്കറിയാം, സുബഹിക്ക് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സഫ് ഇങ്ങനെ ശരിയാക്കി നിൽക്കാൻ പറഞ്ഞു. പിന്നിക്ക് തിരിഞ്ഞ് ഇമാമ് നിൽക്കുന്ന ഉമർ പിന്നിക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സഫൊക്കെ ശരിയാക്കി നിൽക്കണം. സഫിന്റെ പൂർണ്ണത ജമാഅത്ത് നമസ്കാരത്തിന്റെ പൂർണ്ണതയാണ്. എല്ലാം കൃത്യമാക്കി നമസ്കരിക്കാൻ വേണ്ടി നിന്നു. തക്ബീർ കെട്ടി, ഫാത്തിഹ ചൊല്ലി, ഖുർആനിൽ നിന്ന് മനോഹരമായി 2 പേജ് പാരായണം ചെയ്തു. ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ പറയുന്നു, പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ ആ പള്ളിയുടെ പിന്നിൽ നിൽക്കുന്നവർക്ക് യാതൊന്നും മനസ്സിലാകാത്ത വിധം ഒരു നിശബ്ദത വന്നു. അതേ ആ സമയത്തതാ ഒരു മജൂസി ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് ചാടുന്നു. ഇരുതല മൂർച്ചയുള്ള ആയുധത്തിൽ വിഷം തേച്ച് ആ ആയുധം കൊണ്ട് ഉമറിന്റെ വയറിലേക്ക് കുത്തിയിട്ട് ആ കത്തി തിരിക്കുകയാണ്. ഒരിക്കലും ആ നമസ്കാരത്തിനു ശേഷം ഉമർ ജീവിക്കരുത് എന്ന കൃത്യമായ ധാരണയോടുകൂടി, പ്ലാനിങ്ങോടുകൂടി ഉമറിനെ കുത്തുകയാണ് റളിയല്ലാഹു അൻഹു. എന്നിട്ടോ ഉമർ റളിയല്ലാഹു വീണു എന്ന് കണ്ടപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോ പല സ്വഹാബികളും തടഞ്ഞു നിർത്തി. 8ഓളം സ്വഹാബികൾക്ക് മാരകമായ രോഗം ബാധിച്ചു, കുത്തേറ്റു. എന്നിട്ടോ തൊട്ടു പിറകിലുണ്ടായിരുന്ന സ്വഹാബി മുന്നിലേക്ക് കയറി നിന്നു. സ്വലാത്തൻ ഖഫീഫ,
ലഘുവായി വളരെ പെട്ടെന്ന് നിസ്കാരം അങ്ങ് പൂർത്തീകരിച്ചു. എന്നിട്ട് ആളുകൾ ഉമറിന്റെ അടുത്തേക്ക് വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്ത് വെള്ളം തെളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഉണർന്ന സമയത്ത് ചോദിക്കുകയാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞോ, സുബ്ഹിന്റെ സമയം കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേ ഉമറിന്റെ പുന്നാര മകൻ കൂടെ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഉപ്പാ ജനങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നു, ആരാണ് എന്നെ കുത്തിയത്, ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹുവിനോട് മകൻ പറയുന്നു, ഉപ്പാ ഒരു മജൂസിയുടെ പേര് പറഞ്ഞിട്ട് അയാളാണെന്ന് പറയുമ്പോ ഉമർ തിരിച്ചു ചോദിക്കുന്നു, 2 ദിവസം മുമ്പ് അങ്ങാടിയിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയ മജൂസിയാണോ? ഉമർ റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, അതെ. ഉടൻ ഉമർ പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ചോക്കാണ്, ഒരു മജൂസിയാണ് കുത്തിയത് എന്ന് പറഞ്ഞപ്പോ എന്തിനാ ഉമർ റളിയല്ലാഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്? ആ സ്വഹാബത്തിന്റെ മനസ്സിന്റെ സ്ഫുടത, ആ സ്വഹാബത്തിന്റെ മനസ്സ് വിശ്വാസികളോട് എത്രമാത്രം കടപ്പെട്ടതായിരുന്നു, വിശ്വാസികളോട് എത്രമാത്രം വെറുപ്പില്ലാത്തതായിരുന്നു എന്ന് ശരിക്ക് ബോധ്യപ്പെടുന്ന ചരിത്രമാണിത്. അതേ, അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ എന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അപാകത കാരണം എന്നോട് വെറുപ്പ് വെക്കുകയും അങ്ങനെ എന്നെ കുത്തിക്കൊല്ലുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാന്റെ കോടതിയിൽ ഈ ഉമർ കുറ്റക്കാരനാണ്. ആ വിശ്വാസി എന്നെ വധിക്കാനുണ്ടായ കാരണം ഞാൻ വിശദീകരിക്കണമല്ലോ. എന്നാൽ ഇതൊരു മജൂസി ഇസ്ലാമിനോടുള്ള വെറുപ്പുകൊണ്ട് എന്നെ കുത്തിയത്, അൽഹംദുലില്ലാഹ് എനിക്ക് സ്വർഗമുണ്ട്. തീർന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ മാരകമായ രോഗം വെച്ച് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബാപ്പയുടെ വയറ് കീറിയിട്ട് അദ്ദേഹത്തിന്റെ കുടൽമാല പുറത്ത് ചാടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈകൊണ്ട് കുടൽമാലകളെല്ലാം ബാപ്പയുടെ മുറിവിന്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് എൻ്റെ കൈകൊണ്ട് ബാപ്പയുടെ വയറ് പൊത്തിപ്പിടിച്ചപ്പോ എൻ്റെ കയ്യതാ ബാപ്പയുടെ വയറിലേക്ക് കയറിപ്പോകുന്നു. ആ മുറിവിന്റെ വലിപ്പത്രേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ പോലെ ശരീരം മയക്കിയിട്ടും വേദനാസംഹാരി ഉപയോഗിച്ചിട്ടൊന്നുമല്ല. ആ പച്ചയായ കുടല് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെച്ച് കൈകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചപ്പോൾ ഒരു കൈ വയറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ മാത്രം മുറിവുണ്ട് എന്നാ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ എൻ്റെ തലപ്പാവഴിച്ചു, എൻ്റെ ബാപ്പയുടെ വയറ് കെട്ടി കെട്ടി. എന്നിട്ട് ഉപ്പ ആ രക്തം പുരണ്ടാതെ വസ്ത്രം കൊണ്ട് വുളു ചെയ്തുകൊണ്ട് സുബ്ഹ് നമസ്കാരം നിർവഹിച്ചു. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വൈദ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ആദ്യം നൽകുന്നത് ഒട്ടകത്തിന്റെ ഒരു ഗ്ലാസ് പാലാണ്. ആ പാൽ അദ്ദേഹത്തിന് നൽകിയപ്പോ അദ്ദേഹം ആ കുടിച്ച പാലുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ വയറിന്റെ മുറിവിലൂടെ പുറത്തേക്ക് വന്നു. വൈദ്യൻ പറഞ്ഞു, ഇനി രക്ഷയില്ല, വയറിലെ കുടല് മുറിഞ്ഞിട്ടുണ്ട്, ഇനി ഉമറിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തെ തിരുത്തുന്നുണ്ട് ഉമർ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി വന്ന സ്വഹാബിയെ തിരുത്തുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാം കഴിഞ്ഞു, മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മടിയിൽ തല വെച്ചിങ്ങനെ കിടക്കുക. ബോധം വരികയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ബോധം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു മകൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഇങ്ങനെ നോക്കി. മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ബാപ്പ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ സുരക്ഷിതനാണെന്ന് പറയുമ്പോ
മകനോട് വാപ്പ ചോദിക്കുകയാണ്, മോനെ ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് കിടക്കുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, തന്റെ മകന്റെ ചെവിടിനെ തലയെ തന്റെ വായോട് ചേർത്ത് പിടിച്ചുകൊണ്ടതാ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് കെഞ്ചുകയാണ്, പൊന്നുമോനെ എന്റെ തലയൊന്നെടുത്ത് നിലത്ത് വെക്കടാ, നിന്റെ മടിയിൽ നിന്ന് എന്റെ തലയൊന്നു മാറ്റടാ എന്ന് പറയുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറയുന്നു, ബാപ്പാ ഈ കൂടിയവരെല്ലാം വിശ്വാസികളാണ്, ഇതിലൊരൊറ്റ ശത്രു പോലുമില്ല, നിങ്ങൾ സുരക്ഷിതനാണ്. മാത്രമല്ല പ്രിയപ്പെട്ട ബാപ്പാ, ഇവിടെ കൂടിയ മുഴുവൻ മനുഷ്യരും പറയുന്നത് ഉമറും ഫിൽ ജന്ന എന്ന റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഉമർ സ്വർഗത്തിലാണെന്ന് പറയാതെ ഒരാളും ഉപ്പയെ സന്ദർശിച്ച് തിരിച്ചു പോയിട്ടില്ല. ഇഹത്തിലും പരത്തിലും നിങ്ങൾ സുരക്ഷിതനാണുപ്പാ എന്ന് പറയുമ്പോഴും ബാപ്പ മോനോട് പറയുന്നു, മോനെ എന്റെ തലയൊന്ന് താഴെ വെക്ക്. എന്നിട്ട് മകനോട് ബാപ്പ പറയാ, പൊന്നുമോനെ ആകാശലോകത്ത് നിന്ന് എന്റെ റബ്ബെന്നെ വീക്ഷിക്കുന്നുണ്ട്. ആ റബ്ബിന്റെ കരുണയില്ലാതെ ഉമറിന്റെ പാപങ്ങൾ പൊറുത്തു കിട്ടൂല മോനെ. ഈ ഉമർ ഈ മണ്ണിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് ആകാശലോകത്ത് നിന്ന് അല്ല കണ്ടാൽ ആ അല്ല എന്നോട് കരുണ കാണിക്കും, അല്ലാഹ് എന്നോട് അലിവ് തോന്നും. അങ്ങനെ അല്ല എന്റെ പാപം പൊറുത്ത് തന്നാലോ, അതുകൊണ്ട് എന്നെയൊന്ന് മണ്ണിലേക്ക് ഇറക്കി വെക്കണം എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞ ചരിത്രം പറഞ്ഞിട്ടതാ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു. മുസ്ലിമീങ്ങളെ, എവിടെയാ നമ്മളുള്ളത്? എത്രയോ മനുഷ്യരോട് പകവെച്ച്, എത്രയോ മനുഷ്യരോട് വെറുപ്പ് വെച്ച് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇപ്പോഴും നിങ്ങൾ മുഅ്മിനാണെന്ന് പറയുകയാണോ? സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുകയാണോ? റബ്ബ് പുറത്തു തരുമെന്ന് വിചാരിക്കുകയാണോ? നിസ്കാരം ഉപേക്ഷിക്കുകയാണോ എന്ന് പണ്ഡിതന്മാർ ചോദിക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ, റമദാനിലേക്ക് കടക്കുമ്പോ ഈ മരണത്തിന്റെ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സത്ര ലോലമായിരുന്നോ, അത്രമാത്രം മനസ്സിനെ ലോലമാക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ നോമ്പ് വിജയിക്കുക അല്ലേ? അള്ളാഹുവിലേക്ക് അത്രമാത്രം വിനയാന്വിതനായി, പടച്ച റബ്ബേ എന്റെ നോമ്പ് നീ സ്വീകരിച്ചാലേ എനിക്ക് കൂലിയുള്ളൂ, റബ്ബേ എന്റെ ഖുർആൻ നീ സ്വീകരിച്ചാലേ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കാൻ, അങ്ങനെ അമൽ ചെയ്യാൻ സാധിക്കണം. അതാണ് എനിക്കൊന്നാമതായി ഈ കൂടിയ മുഴുവൻ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി രണ്ടാമതായി ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഈമാനുള്ളവരായി നമ്മൾ മാറണം. ഇതൊക്കെ നോമ്പിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യട്ടോ. നോമ്പിന്റെ ഹിലാല് അത് കാണുന്നതിന് മുമ്പ് ഈ നിലക്ക് നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തണം. എന്താ ഈമാനുള്ളവരാകണം എന്ന് പറഞ്ഞത്? നമുക്കൊക്കെ കാണാതെ അറിയണ നോമ്പിന്റെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലുള്ള ആയത്ത് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയ പോലെ നിങ്ങൾക്കും നാം നോമ്പിതാ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിന്? നിങ്ങൾ നല്ലവരായി തീരാൻ വേണ്ടി, തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി അല്ലേ? പിന്നെ ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് നമുക്കൊക്കെ കാണാതെ അറിയാം. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കാണാതെ അറിയണ ഹദീസ് അല്ലേ? എന്താ ഹദീസിന്റെ അർത്ഥം? മൻ സാമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്തു. എങ്ങനെ? ഈമാനൻ, വിശ്വാസത്തോടെയും
വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടെയും അല്ല കൂലി തരുമെന്ന ഇച്ഛയോടെ, അല്ലാഹുവിലുള്ള വിശ്വാസത്തോടെ ആരെങ്കിലും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം റമദാൻ കൊണ്ട് പൊറുക്കപ്പെടും. അതുകൊണ്ടാണ് റമദാനിന് റമദാൻ എന്ന പേര് തന്നെ വന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത്, പാപങ്ങളെ കരിച്ചു കളയുന്നത് എന്നാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും പഠിക്കേണ്ടത്, ഈമാനുള്ളവനു മാത്രമാണ് നോമ്പ് ബാധകമായിട്ടുള്ളത്. എങ്ങനെ? മുഅ്മിനിനാണ് നോമ്പ് നിർബന്ധം. അതുകൊണ്ടാണ് അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞത്. വിശ്വാസികളെ നിങ്ങൾക്ക് നിർബന്ധമാണെന്നാ പറഞ്ഞത്. അതേപോലെ മൻ സ്വാമ റമദാന എന്ന് പറഞ്ഞിട്ട് ഈമാനൻ എന്ന് പറഞ്ഞത്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വേർതിരിവ് എന്താണെന്നോ, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല. ഒരു മുസ്ലിം മാതാവിന്റെ ഉമ്മയുടെ ഉപ്പയുടെ മകനായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ അവൻ മുഅ്മിനാണെന്ന് വിചാരിക്കണ്ട. എന്തേ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അസദ് ഗോത്രത്തിന് ഒരൽപ്പം വലിയ പ്രതിസന്ധി ഉണ്ടായി, പരീക്ഷണം ഉണ്ടായി, വലിയ കഷ്ടപ്പാടുണ്ടായി. ആ കഷ്ടപ്പാടുണ്ടായ സമയത്ത് അവരിൽ കുറെ ആളുകൾ മുസ്ലിങ്ങളായി. എന്തിനറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വതക്ക കിട്ടാൻ വേണ്ടി. എന്നിട്ട് അസദ് ഗോത്രത്തിലെ ആ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, ഖാലത്തിൽ അറബു ആമന്നാ കുല്ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജുറാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതിന്റെ 14ഉം 15ഉം വചനത്തിലൂടെ അറാബികളായ കുറച്ചാളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അസദ് ഗോത്രത്തിലെ കുറച്ചാളുകൾ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ആമന്നാ, ഞങ്ങൾ മുഅ്മിനായിരിക്കുന്നു. അപ്പൊ മുഅ്മിനുകൾക്ക് കിട്ടുന്ന സക്കാത്തിന്റെയും സ്വതക്കയുടെയും വിഹിതം അവർക്ക് കിട്ടും. അതുകൊണ്ട് ആമന്ന എന്നവർ പറഞ്ഞു. പക്ഷെ അല്ലാഹ് തിരുത്തുകയാണ്, വലാകിൻ ഖൂലൂ അസ്ലംനാ, നിങ്ങൾ മുസ്ലിമായി അസ്ലംന എന്ന് പറഞ്ഞോളൂ, ആമന്ന മുഅ്മിനായി എന്ന് പറയേണ്ട. കാരണം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കയറിയിട്ടില്ല. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നതിൽ ഒരു സംശയവുമില്ലാതെ അനുസരിക്കുന്ന അവസ്ഥ നിങ്ങളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ആമന്ന എന്ന് നിങ്ങൾ പറയണ്ട. പ്രിയപ്പെട്ടവരെ, നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈമാനിനെ യഖീനുള്ളതാക്കണം. ഉറച്ച ഈമാനാക്കി തീർക്കാൻ നമുക്ക് പറ്റണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലാഹ് ഉണ്ടോ? ഉണ്ട്. റസൂലുണ്ടോ? ഉണ്ട്. നോമ്പ് നിർബന്ധമാണോ? ആണ്. എത്ര ദിവസമാണ്? അത് എത്രയായാലും കുഴപ്പമില്ല. ഇനി അല്ലാഹ് ഇല്ലേ? ഇല്ലേ? എല്ലാം സംശയമാണ്, എല്ലാം കൺഫ്യൂഷനാണ്. ഈ രൂപത്തിലുള്ള ഈമാനാണോ? നമുക്ക് നോമ്പ് കൊണ്ട് വലിയ നേട്ടം കിട്ടൂല. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. ലേ, ഈമാൻ എന്നതിന് അറബി ഭാഷയിൽ ശരിക്കും അർത്ഥം കൊടുക്കുക തസ്ദീഖ് എന്നാണ്, സത്യപ്പെടുത്തുക എന്നാണ്. വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോരാ, ഈമാൻ ശരിക്കും മനസ്സിലങ്ങ് കയറണം. അടിയുറച്ച ഈമാനുള്ളവരായി തീരണം. അതാ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂൻ. ഖുർആനിന്റെ പരിഭാഷ ശരിക്ക് ശ്രദ്ധിച്ചു വായിക്കുന്ന ആളുകൾക്കറിയാം, ഇന്നമ എന്ന് ഖുർആൻ ഒരു പ്രയോഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിൽ അതിന് അർത്ഥം പരിഭാഷയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക തീർച്ചയായും വിശ്വാസികൾ എന്നാണ്.
എന്നാൽ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഇന്നമൽ മുഅ്മിനൂൻ എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അല്ലാഹു ചില വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ആ ലക്ഷണങ്ങൾ ഉള്ളവർ മാത്രമാണ് മുഅ്മിനുകൾ എന്നാണ് ഇന്നമ എന്ന പ്രയോഗത്തിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോ അല്ലാഹ് പറയുന്നൊരു ഗുണമുണ്ട് ഈ ആയത്തിൽ, അവർ മാത്രമാണ് മുഅ്മിന്, അല്ലാത്തവരൊക്കെ മുസ്ലിമായിരിക്കും. എന്താണ് അല്ലാഹു പറഞ്ഞ ഗുണം? വളരെ കൃത്യമാണ്. ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കണം. എങ്ങനെ? സുമ്മലം യർതാബൂ, പിന്നെ അതിലവർക്കൊരു സംശയമില്ല, ഒരാശങ്കയുമില്ല. പലിശ വാങ്ങാൻ പാടില്ലെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ യാതൊരു സംശയവുമില്ല, പലിശ ഹറാമു തന്നെ. സിഹറിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഖബർ ശിക്ഷയെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? ദജ്ജാലിനെ കുറിച്ച് അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? അഹ്ലൻ റമളാൻ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, അള്ളയും റസൂലും പഠിപ്പിച്ചതാണ് ആ വിഷയത്തിലൊക്കെ വിശ്വാസിയുടെ നിലപാട്. അല്ലാത്ത ഒരു നിലപാടുള്ളവന് ഈമാന് പൂർണ്ണമാകൂല. അവന്റെ നോമ്പിനെ അത് ബാധിക്കുമെന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഒരു നിലക്കും സംശയമുണ്ടാകാൻ പാടില്ല. തീർന്നില്ല. തന്റെ സ്വത്ത് കൊണ്ടും തന്റെ ശരീരം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടണം. ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലൊക്കെ അമലുകൾ ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം, ദഅവത്ത് നിർവഹിക്കണം, സമ്പത്തും ആ വിഷയങ്ങളിൽ ചെലവഴിക്കണം. അവരാണ് സാദിഖുകൾ, അവരാണ് മുഅ്മിനുകൾ. അല്ലാഹ് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക. വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, നമ്മൾ ഈ സദസ്സിലിരുന്ന് വെറുതെ ആലോചിക്കുക. നമുക്ക് അങ്ങനത്തെ ഉറച്ചൊരു ഈമാൻ കിട്ടും. ജീവിതത്തിലൊരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു ധൈര്യം അത് നമുക്ക് കിട്ടുമോ? ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞിട്ടേക്ക്. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചൊരു ചരിത്രമാണ്. എന്താണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു അല്ലേ? ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന് ഫറോവയോട് തൗഹീദ് പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവസാനം അതാ ഫറോവയും മൂസാ അലൈഹിസ്സലാമയും തമ്മിൽ മത്സരം നടക്കുന്നു. ഫറോവ വെല്ലുവിളിക്കുന്നു. എന്തിന്? ആ നാട്ടിലുള്ള മുഴുവൻ മജീഷ്യന്മാരെയും സാഹിറുകളെയും മാരണക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് മൂസാ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നു, മൂസാ നീയുണ്ടോ മത്സരിക്കാൻ? അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചോ കാണി. എങ്ങനെ മൂസാ നബി ആ മത്സരത്തിന് തയ്യാറാകുക? ഫിറൗനിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവൻ മാരണം പഠിച്ചവരാ, സിഹ്ർ പഠിച്ച ഏറ്റവും വലിയ ആ നാട്ടിലെ പ്രമുഖന്മാരാണ്. മൂസാ നബിയോ ഇതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ മൂസാ നബി സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? തന്റെ റബ്ബ് പറയുന്നു, അതേ എൻ്റെ അല്ലാഹ് പറഞ്ഞാൽ എനിക്ക് സംശയമില്ല, ആ റബ്ബിന്റെ കൽപ്പന ഞാൻ സ്വീകരിക്കും. ഇനി നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമയും സാഹിറുകളും തമ്മിലതാ മത്സരം നടക്കുന്നു. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. മൂസാ നബി അലൈഹിസ്സലാമ പറയേണ്ട താമസം മാരണക്കാരായ ഫറോവയുടെ ആളുകളെല്ലാം അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന വടികളും കയറുകളും താഴെയിടുന്നു. ഖുർആനത് 26-ാം അധ്യായം സൂറത്തു ശൂറായിന്റെ 43-ാമത്തെ ആയത്ത് മുതൽ നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരുമ്പോ ഖുർആൻ പറയുന്നു, ഫഅൽഖൗ ഹിബാലഹും വഇസിയഹും വഖാലൂ ബിഇസ്സതി ഫിർഔന ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ. എന്തൊരാത്മധൈര്യമാണ് ഫറോവയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്.
അവരുടെ കൈകളിലുള്ള വടി താഴിടുമ്പോൾ, കയറ് താഴിടുമ്പോൾ അവർ പറഞ്ഞ വാചകം എന്താ അറിയോ? ബിഇസ്സത്തി ഫിർഔൻ, ഫിർഔനിന്റെ പ്രതാപം കൊണ്ട് തീർച്ചയായും നമ്മളാണ് വിജയിക്കാൻ പോകുന്നത്. അത്രയും ഫിർഔനിൽ വിശ്വസിക്കുകയും മൂസാ നബി അലൈഹിസ്സലാമയിൽ അവിശ്വസിക്കുകയും ചെയ്ത വ്യക്തികളാണ്. പക്ഷേ ആ ആളുകൾ അവരുടെ കൈകളിലുള്ളത് താഴെയിട്ടപ്പോ അവ ചലിക്കാൻ തുടങ്ങി, സർപ്പങ്ങളെ പോലെ ഇഴയാൻ തുടങ്ങി. മൂസാ നബി പതറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്, എന്താ പതറാതിരിക്കാൻ കാരണം? മൂസാ നബിക്ക് ഇത് മാജിക്കാണെന്നോ സിഹറാണെന്നോ ഏതെങ്കിലും നിലക്ക് അതിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ? ഇല്ല, മറിച്ച് അല്ലാഹ് മൂസാ നബിയോട് പറയുന്നു, മൂസാ നിന്റെ കയ്യിലുള്ള വടി നീ താഴെ ഇടണം. മൂസാ നബി ചോദിച്ചോ, അല്ലാ ഈ ആടിന് ഇല കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വടി ഞാൻ താഴെ ഇട്ടിട്ട് എന്താ സംഭവിക്കാൻ പോണത്? ചോദിച്ചില്ല. കാരണം അല്ലാഹയാണ് പറയുന്നത്. അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ യഖീൻ വേണമെന്ന് പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞോ, സംശയമില്ല. മൂസാ നബി വടി താഴെയിട്ടു. അതാ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സർപ്പങ്ങളെയെല്ലാം ഈ സർപ്പമങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? അത്ര നേരം ഫിർഔനിന്റെ ഇസ്സത്ത് കൊണ്ട് നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ ആളുകൾ നേരെ മറിഞ്ഞു. അവരെന്ത് ചെയ്തു? ഖുർആൻ പറഞ്ഞത് ഫഉൽകിയ സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ. എന്താണ്? ആ സാഹിറുകളെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലാണ് വീണു. എന്നിട്ട് പറഞ്ഞു, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, മൂസയുടെയും ഹാറൂനിൻ്റെയും റബ്ബായ ആ ലോകരക്ഷിതാവിൽ എന്ന്. നിങ്ങൾ നോക്കി, ആ ഈമാൻ എങ്ങനെയാണ് ഓൽക്ക് കിട്ടിയത്? അതാണ് ഈ ചരിത്രം പറഞ്ഞ് മുഫസ്സിറുകൾ നമ്മോട് പറയുന്നത്. നമ്മൾ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ചിങ്ങനെ പോകുമ്പോൾ റമദാൻ നമ്മളിലേക്ക് കടന്നു വരും, റമദാൻ നമ്മളിൽ നിന്ന് കടന്നു പോകും, പെരുന്നാൾ വരും, അതും കടന്നു പോകും, ഹജ്ജും ഉംറയും സക്കാത്തും ഒക്കെ കടന്നു പോകും. പക്ഷേ ഇതുപോലെ ബോധ്യപ്പെടുന്ന ഒരു ഈമാൻ ഉണ്ടെങ്കിലേ പതറാതെ ശരിക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, ഒരു വേള നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ്, മൂസാ അലൈഹിസ്സലാം ചെയ്തത് മാരണമല്ല, സിഹറല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അമാനുഷികമായ കഴിവാണ്, ഇത് മുഅ്ജിസത്താണ്, ഇത് നബിയാണെന്ന് ബോധ്യപ്പെട്ടതുപോലെ മുഹമ്മദ് നബിയെ നമുക്ക് ബോധ്യപ്പെടണം, അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടണം, ഖുർആനിനെ നമുക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യമാണ് നമ്മുടെ നമസ്കാരത്തെ നന്നാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നത്, നമ്മുടെ നോമ്പിനെ നന്നാക്കുന്നത്, നമ്മുടെ സ്വതക്കയെ നന്നാക്കുന്നത്. ഇവയിലൊന്നും റിയാവ് വരാതെ പടച്ച റബ്ബിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി, അവന്റെ പ്രതിഫലത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെയാകണം നമ്മൾ, അല്ലേ? ഇനി നോക്കി നിങ്ങൾ, ഇതേ മൂസാ നബി അലൈഹിസ്സലാമയും സഹാബത്തും പിന്നെ ശത്രുക്കളുടെ മുന്നിൽ കുടുങ്ങുന്നൊരു സന്ദർഭം ഖുർആൻ പഠിപ്പിച്ചെന്നില്ലേ? അല്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും കൊല്ലാൻ വേണ്ടി ഫറോവയും കൂട്ടരും തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മഹാനായ മൂസാ അലൈഹിസ്സലാമയും സഹാബികളും ഓടി രക്ഷപ്പെടുക. പക്ഷേ അവസാനം ഇവർ സമുദ്രത്തിന്റെ മുന്നിലെത്തി. പരിശുദ്ധ ഖുർആൻ 26-ാം അധ്യായത്തിന്റെ 61-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞു, അത് ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ആ രണ്ട് സംഘവും ഇങ്ങനെ മുഖാമുഖം കണ്ടുമുട്ടിയപ്പോ മൂസയുടെ സ്വഹാബികൾ പറഞ്ഞു, മൂസയുടെ ആളുകൾ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. മുന്നിൽ കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരും സർവായുധ സന്നാഹരായി നിൽക്കുകയാണ്. നമ്മൾ കൊല ചെയ്യപ്പെടുകയാണ്,
നമ്മൾ അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോ മൂസാ നബി പതറിയില്ല. മൂസാ നബി പറയുന്നു, കല്ല, അങ്ങനെയല്ല, നമ്മൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എന്തേ മൂസാ നബിക്ക് അങ്ങനെ പറയാൻ ധൈര്യം കിട്ടിയത്? കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വാഹനങ്ങളും തയ്യാറായിട്ടുണ്ടായിരുന്നോ? അതോ ഫിർഔനെയും കൂട്ടരെയും വെല്ലുവിളിക്കാൻ മാത്രം ആയുധവും ആൾബലവും മൂസാ നബിക്ക് കിട്ടിയോ? ആകാശത്ത് നിന്ന് മലക്കുകളെ ഇറക്കിക്കൊടുത്തോ? എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ നിങ്ങൾ പേടിക്കണ്ട എന്ന് മൂസാ നബി പറഞ്ഞത്? ഒരിക്കലുമല്ല. മൂസാ നബി പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. കടൻ കൊണ്ട് മുട്ടിയ സമയത്ത് വേറെ ഒരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുന്ന മുഅ്മിനേ, നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശത്രുക്കളതാ പല ഭാഗത്ത് നിന്നും വോട്ടിന്റെ മെഷീനുകൾ പോലും തകരാറിലാക്കി എന്ന് പറയപ്പെട്ട് മുസ്ലിമിന്റെ ജീവനു നേരെ ഭീഷണി മുഴക്കുമ്പോ പേടിച്ചോടുന്ന മുഅ്മിനേ, പറയാൻ കഴിയുമോ? ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്നെ അവൻ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഈമാനുണ്ടോ? നമ്മുടെ നോമ്പിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. സഹോദരങ്ങളെ, ഒരു വേള ഒന്ന് ആലോചിച്ചു നോക്കൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ അടുത്ത അത്ഭുതം സംഭവിക്കുകയാണ്. ഏതു ബുദ്ധി കൊണ്ടാണ്, ആർക്കാണ് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുക? അല്ലാഹ് മൂസാ നബിനോട് പറഞ്ഞു, മൂസാ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചോ സമുദ്രത്തിൽ നിന്ന്. മൂസാ നബി ചോദിച്ചു, പടച്ചോനെ, ഈ വടിയുണ്ട് ഈ വള്ളത്തിലടിച്ചിട്ട് എന്ത് സംഭവിക്കാനാ? ഇപ്പം അങ്ങനെയാണല്ലോ, ഒക്കെ ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ചിട്ടാ ചിന്തിക്കണത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, എങ്ങനെ അടിക്കുക? മൂസാ നബി ചിന്തിച്ചിട്ടില്ല, അടിച്ചു. ഖുർആൻ പറഞ്ഞത്, പർവ്വത സമാനമായി സമുദ്രം രണ്ടായി പിളർന്നിട്ട് രണ്ടു ഭാഗത്തും മല പോലെ വെള്ളം നിന്നു, നടുവിലൊരു വഴി. മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ടു, ഫറോവയും കൂട്ടരും മുങ്ങി നശിച്ചു. രണ്ട് കാര്യമാണ് ഈ ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠങ്ങൾ. എന്താ ഒന്നെന്നറിയോ? ഒന്ന്, ഈ ഈമാൻ നമുക്കുണ്ടാകണം രക്ഷപ്പെടാൻ. ഈ ഈമാൻ നമുക്കുണ്ടാകണം രക്ഷപ്പെടാൻ. രണ്ടാമത്തത്, ഈ ഈമാൻ ഉള്ളവർക്കേ ഇഹലോകത്തു പോലും സമാധാനത്തോടു കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയ, ഇപ്പൊ നോക്കി നിങ്ങൾ, ഒന്നും വേണ്ട, ഞാൻ നിങ്ങളും ജീവിക്കണ കാലഘട്ടം ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങളുടെ കാലഘട്ടം എന്നാ നമ്മൾ പറയാം. അതിലൊന്നെന്താ? ശക്തമായ ചൂടാണെന്നാ. ശരിയാണ്. വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, കേരളം കാലാവസ്ഥയുടെ വിഷയത്തിൽ വലിയ ഭീഷണിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. നിങ്ങളിൽ എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കേരളത്തിലെ പല ജില്ലകൾ ഇന്നും യെല്ലോ അലർട്ടിലാണ്. ഈ അലർട്ടൊക്കെ എപ്പോഴാണ് നമ്മൾ കേട്ടത്? വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും മഴ കൂടിയപ്പോഴും. എങ്കിൽ അതുപോലെ ചൂട് കൂടിയപ്പോഴും അലർട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ ജില്ല പാലക്കാട് ജില്ല യെല്ലോ അലർട്ടിൽ ഏറ്റവും മുമ്പന്തിയിലാണ്. ചൂട് ഏറ്റവും കൂടുതലുള്ള ജില്ലയാണെന്നാ. നല്ല ചൂടാ. എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ ഇപ്പം പറയണ വർത്താനം എന്താ അറിയോ? പടച്ചോനെ, ചൂട് ഇപ്പം തന്നെ 38 ഡിഗ്രിയാണ്, ഒരാഴ്ച കൊണ്ട് അത് 40 ആകുന്നാ കേൾക്കണത്. എങ്ങനെ നോമ്പ് എന്ന്, എങ്ങനെ നോമ്പെടുക്കാന്ന? വിശ്വാസികൾ, ഇവിടെയാണ് ഈമാൻ വേണ്ടത്. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. എന്റെ റബ്ബന്റെ ശരീരത്തിന് അതിനുള്ള ഖുവ്വത്ത് നൽകും. എന്റെ റബ്ബ് എനിക്കതിനെ തരണം ചെയ്യാനുള്ള കെൽപ്പ് നൽകും എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന മുഅ്മിനുണ്ടോ? അവൻ ആ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രയാസമുണ്ടാകില്ലെന്നല്ലേ ഈ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ, ഹാജറ ബീവിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ആ മക്കയുടെ മലയാന്യത്തിൽ
കൊണ്ടുപോയി ആക്കി ഇബ്രാഹിം നബി തിരിച്ചു പോരുന്ന ഒരു ചരിത്രം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ പഠിപ്പിച്ചില്ലേ? എന്താണ്? മഹാനായ ഇബ്രാഹിം നബി തിരിച്ചിങ്ങനെ പോരുമ്പോൾ ഹാജറ ബീവി പിന്നിന്ന് ചോദിക്കുക, ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടായി പോണത്? ആ സമയത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ടുവന്നാക്കിയ ഈ പ്രദേശം നിങ്ങൾക്കറിയില്ലേ? ഇത് ഒരു നിലക്കും ഒരു മനുഷ്യനും ആൾ താമസവും ഒന്നുമില്ലാത്ത ഈ സ്ഥലത്താണോ നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി ഒന്നും ഉണ്ടണില്ല. അവസാനം തിരിച്ച് ഹാജറ ബീവി ചോദിച്ചു, ആ മുറക്കല്ല, നിങ്ങളോട് ഇത് അല്ല കൽപ്പിച്ചതാണോ? അതിനു മാത്രം ഇബ്രാഹിം നബി ഉത്തരം പറഞ്ഞു, നഅം. അതോടുകൂടി ഹാജറ ഉമ്മയുടെ എല്ലാ ടെൻഷനും തീർന്നു. ഉടൻ അദ്ദേഹം ഹാജറ ഉമ്മ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ലാ യുളയ്യിഉനാ, നമ്മെ നമ്മുടെ റബ്ബ് പാഴാക്കൂല, നമ്മുടെ റബ്ബ് നമ്മ വഴി ആധാരമാക്കില്ല, റബ്ബ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലേ? ഇപ്പത്തെ ചൂടിന്റെ കാരണം മധ്യ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട എൽ നിനോ പ്രതിഭാസമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. എന്ത് പ്രതിഭാസം വന്നാലും വിശ്വാസികൾ കുലുങ്ങൂല എന്നാ. വിശ്വാസികളെ ഞാൻ പറയുന്നത്, എല്ലാ അർത്ഥത്തിലും ഈമാനിനെ രൂഢമൂലമാക്കേണ്ട സമയമാണിത്. പതറാൻ പാടില്ല. അങ്ങനെയുള്ള ഈമാനുള്ള മനുഷ്യരാണ് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതേ തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ ഈമാനാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതേ, ആരെങ്കിലും രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്, എങ്ങനെ? ഈമാനോടും ഇഹ്തിസാബോടും കൂടി, എങ്കിൽ അവന്റെ തെറ്റുകൾ നാം പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോ നോമ്പ് കൊണ്ട് കിട്ടേണ്ട ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഈമാനിനെ ശരിപ്പെടുത്തണം. സഹോദരങ്ങളെ, ഒരു വേള നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹ് ഈ പ്രകൃതിയെ പോലും എങ്ങനെ നോമ്പിന്റെ സമയമായി കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ പോലും നമുക്ക് അനുകൂലമാക്കി തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. തഖ്വയോടും ഈമാനോടും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാഹ് സംവിധാനിക്കും. എങ്ങനെയാണത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നാമത്തെ റമദാനിലെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിലെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ, സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തുൽ ജിന്ന്, ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ അള്ളാഹു പിശാചിനെ ബന്ധനസ്ഥനാക്കും. പ്രത്യേകിച്ച് ജിന്നുകളിലെ പോക്കിരികളായ വികൃതികളായ മല്ലന്മാരെ അള്ളാഹ് ബന്ധിപ്പിക്കും. എന്നിട്ടോ പിന്നെ അള്ളാഹു പറഞ്ഞു, വഗുല്ലിക്കത്ത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങളെന്നുള്ള കൊട്ടിയടക്കും. നരകത്തിന്റെ ഒരു വാതില് പോലും അല്ലാഹ് തുറക്കൂല. പിന്നെയും അല്ലാഹ് പറഞ്ഞു, സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറന്നിടും. സ്വർഗത്തിന്റെ ഒരു വാതില് പോലും അല്ലാഹ് റമദാനിൽ അടക്കൂല. അങ്ങനെയൊക്കെ സംവിധാനിക്കുമെന്ന് പറഞ്ഞതിനെ മുഹദ്ദിസുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ലോകത്ത് പിശാചിന്റെ ഒരു ദുർബോധനവും ഉണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് ആരെങ്കിലും നന്മ ചെയ്യാൻ വിചാരിക്കുന്നുവെങ്കിൽ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണമെന്ന ഈമാനോടുകൂടി റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് ആ ഈമാൻ അനുസരിച്ച് മുന്നോട്ടു പോകാനുള്ള ത്വാഖത്ത് അല്ലാഹ് നൽകും. പക്ഷേ ഈമാൻ ഉണ്ടാകണം. ആ നിലക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാന്ദർഭികമായ സാഹചര്യങ്ങളല്ല ഒരുക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് ആ ഹദീസിന്റെ ബാക്കിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫയുനാദി മുനാദ്, ആ രാത്രിയായി കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയും. റമദാനിന്റെ ഒന്നാമത്തെ രാത്രി മുതൽ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. എന്താ പറയാ? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയശ് ശർ അഖ്സിർ. എത്ര കൃത്യല്ലേ?
നന്മ ചെയ്യുന്ന മനുഷ്യരെ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ നിങ്ങൾ മുന്നിക്ക് വരും. തോനെ നന്മ ചെയ്യും, കൂടുതൽ അധികരിപ്പിക്കുവിൻ. എന്നാൽ തിന്മയാഗ്രഹിക്കുന്നവരെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവിൻ, തിന്മ കുറക്കുവിൻ. കാരണം ഓരോ രാത്രിയും, റമദാനിന്റെ ഓരോ രാത്രിയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി തിന്മയൊന്ന് കുറക്കണേ, നന്മ വർദ്ധിപ്പിക്കണേ എന്ന് വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് ഞാനും നിങ്ങളും ഈ നോമ്പിൽ അലസരായി തീരുന്നത്, റമദാനിനെ ബേജാറോടുകൂടി കാണുന്നവരായി തീരുന്നത്? ഈ റമദാനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ എല്ലാം കൃത്യമായി നമുക്കറിയാം. ഒന്നാമത്തത് റമദാനിൽ നോമ്പെടുക്കണം, അല്ലേ? എന്താ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കൊല്ലത്തെ നോമ്പെടുത്ത മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം ആകാശഭൂമികളെക്കാളേറെ അകലത്തിലേക്ക് ഒരു ഷഹീദിന്റെയും അവന്റെയും പ്രതിഫലം അല്ലാഹു മാറ്റും. വീണ്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയും, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അനിന്നാരി സബഈ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഹരീഫാ. ആരെങ്കിലും ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്ത 70 വർഷത്തെ ദൂരത്തേക്ക് അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മാറ്റും. എന്താ പറഞ്ഞത്? ഒരു നോമ്പ് കൊണ്ട് ഒരു മനുഷ്യായുസ് മുഴുവൻ സഞ്ചരിച്ചാലെത്താവുന്ന ദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അല്ലാഹു മാറ്റുന്ന. അപ്പൊ റമദാനിലെ നോമ്പ് ആ രൂപത്തിൽ നമ്മൾ എടുത്താണ്ടാണ് കൂലി എത്ര? ഒരു നോമ്പിന് കിട്ടുന്ന കൂലിയാണിതെങ്കിൽ സഹോദരാതും ലൈലത്തുൽ ഖദർ എന്ന പരിശുദ്ധ റമദാനിലെ രാത്രി കൂടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാലോ ഒരു മനുഷ്യന് സ്വർഗം നൽകാമെന്ന് അല്ലാഹ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതല്ലേ? അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ആലോചിക്കണം. ഈ റമദാനിലെ നോമ്പുകൾ ഞാൻ എടുക്കും, എന്നിട്ടോ റമദാനിലെ നോമ്പ് കൊണ്ട് പ്രത്യേകം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും. അതെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ ഒരു വാതിൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ടാകും, ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെ, നോമ്പുകാരെവിടെ? അപ്പോ നോമ്പുകാര് പ്രത്യേകം ആ വാതിൽക്കലേക്ക് ചെല്ലും, റയ്യാൻ എന്ന കവാടത്തിലേക്ക്. അങ്ങനെ അവസാനത്തെ നോമ്പുകാരനും അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവന് പിന്നെ ആ സ്വർഗത്തിന്റെ കവാടം അടക്കപ്പെടും. പിന്നെ വേറൊരാൾക്കും അതിലൂടെ സ്വർഗത്തേക്ക് കടക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ആലോചിക്കണം, ഈ റമദാനോടുകൂടി എനിക്ക് ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം, അല്ലേ? അപ്പം ആ നിലക്ക് നമ്മൾ നോമ്പെടുക്കുക. ഇനി രണ്ടാമത്, നമസ്കാരത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. റമദാനിലേക്ക് പ്രവേശിച്ചാൽ പ്രത്യേകിച്ച് വളരെ ഗൗരവത്തോടുകൂടെ നമസ്കാരം കാണണം. നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനെ കുറിച്ച് എന്ത് ചെയ്യല്ല, സംസാരിക്കാനെന്നല്ല. പക്ഷേ നമസ്കാരത്തിൽ സൂക്ഷ്മതയില്ലാത്ത ജമാഅത്ത് ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതുപോലും ഈ റമദാനിൽ സംഭവിക്കരുത് എന്ന് ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം, അല്ലേ? നോക്കി, നമ്മളൊക്കെ പഠിച്ച ഹദീസാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാത്ത്. ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ അമലുകളിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് അവന്റെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഫസാദായാൽ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ, അവൻ നഷ്ടക്കാരിലാണ്, അവൻ പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് പോവുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ,
വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. സഖർ എന്ന് പേരുള്ള നരകമുണ്ട്. ആ നരകത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞത് ഖാലൂ, അവര് പറയും, എന്താ പറയാ? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് പറയുമെന്നാണ്. അവർക്ക് വേണ്ടി പ്രത്യേക നരകമുണ്ട്. അതേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യനില്ലേ, അവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് ഫിർഔനിന്റെ കൂടെയാണ്, ഹാമാനിന്റെ കൂടെയാണ്. അതേ, അതുപോലെയുള്ള ഏറ്റവും വലിയ ധിക്കാരികളുടെ കൂടെയാണ് നിസ്കരിക്കാത്ത മനുഷ്യൻ കടന്നു വരുന്നത് എന്നാണ്. അതേ, നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന് അത്രയും വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നിസ്കാരത്തിൽ വീഴ്ച വരാൻ പാടില്ല. ഈ ഹദീസുകളും ആയത്തുകളൊക്കെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ എത്ര ഭംഗിയായിട്ടാണ് നമ്മെ പഠിപ്പിക്കണ അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. പണ്ഡിതന്മാർ പറയാണ്, ഖിയാമത്ത് നാളിൽ നമ്മുടെ വിചാരണയുടെ സമയമൊന്നും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കത് മനസ്സിലാകുന്ന എന്താണ്? ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങൾ വിചാരണക്കെടുക്കുമല്ലോ അല്ലേ? നമുക്കറിയാത്. എങ്ങനെയാണ് ആ വിചാരണക്കെടുക്കണത്? പണ്ഡിതന്മാർ പറയാണ്, ഓരോ ഫയലുകൾ ഓരോ കർമ്മത്തിൻ്റെതായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അല്ലേ, എല്ലാ അമലുകളുടെയും ഫയലുകളുണ്ട്. അതിൻ്റെ ഏറ്റവും മേലെ വെക്കണ ഫയൽ ഏതറിയോ? അസ്വലാത്ത്, നിസ്കാരാണ് എന്നാ. ആ ഹദീസിനെ വിശദീകരിച്ച് മുഹദ്ദിസുകൾ പറഞ്ഞതാ അല്ലേ? ഹദീസിന്റെ അർത്ഥം അതാണ്. ഏറ്റവും മേലെ നിൽക്കുന്ന ഫയൽ ഏതാണെന്നോ നിസ്കാരത്തിന്റെ ഫയലാണ്. ആദ്യം ആ നിസ്കാരത്തിന്റെ ഫയല് പരിശോധിക്കുമ്പോ ആ നിസ്കാരത്തിന്റെ ഫയലിൽ അപാകത കണ്ടാൽ അതങ്ങടച്ചു വെക്കും. പിന്നെ അതിന്റെ താഴെയുള്ള ഹജ്ജ് പരിഗണിക്കൂല, നോമ്പ് പരിഗണിക്കൂല, സക്കാത്ത് പരിഗണിക്കൂല, യാതൊരു ഫയലും പരിഗണിക്കൂല. കാരണം ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുകയും അതിൽ വിജയിച്ചാൽ വിജയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത ഇബാദത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് ജമാഅത്തായി നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുക എന്ന് നമുക്കറിയാമല്ലോ. ശരിക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാലേ ആ റമദാനിലെ ഒരു മാസം ഉണ്ടല്ലോ, അത് നമുക്ക് 27 മാസമാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അത്രയും ഡബിളാക്കി മാറ്റാൻ നമുക്ക് പറ്റും. എങ്ങനെയാണത്? ഒരാൾ ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. ഓൻ്റെ ഒരു ദിവസം 27 ദിവസം നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടുന്ന അല്ലേ? ഒരു മാസം മുഴുവൻ അവൻ ജമാഅത്തായാണ് നമസ്കരിച്ചതെങ്കിൽ 27 മാസം 27 റമദാൻ അവൻ പിന്നെ ജമാഅത്തായി നിസ്കരിച്ച കൂലിയാ കിട്ടുക. റമദാനും ആകുക 27 ഇരട്ടി കൂലിയും കിട്ടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ റമദാനിൽ നമ്മളൊന്ന് ശരിക്കും മനസ്സറിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയാൽ സ്വർഗം നമുക്ക് കിട്ടുന്നു. 27 മാസം നിസ്കരിച്ചതിൻ്റെ കൂലിയാണ് ഈ ഒരു മാസം കൃത്യം നിസ്കരിച്ചാൽ കിട്ടുക. ഞാൻ എൻ്റെ വാചകം കൊണ്ട് പറഞ്ഞതല്ല, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച കൂട്ടത്തിൽ വിശദീകരിച്ചാണത്. ആ അർത്ഥത്തിൽ നമ്മൾ നോമ്പിനെ കാണണം, ആ അർത്ഥത്തിൽ നമ്മൾ നിസ്കാരത്തെ കാണണം അല്ലേ? ഇതുപോലെ തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊന്നാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിൽ വളരെയധികം നമ്മളൊക്കെ കേട്ടു പരിചയിച്ച ആയത്താണ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു, ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ ആ മാസം മുഴുവൻ നിങ്ങൾ നോമ്പെടുക്കണം അല്ലേ? അതിൽ 7 ദിവസം മതിയോ? അങ്ങനെയാണെങ്കിൽ
ഫൽയസും മിൻഹു എന്ന് പറയേണ്ടിയിരുന്നു. ഖുർആൻ ഫൽയസും ഹു എന്നാ പറഞ്ഞത്. ആ മാസം മുഴുവൻ നോമ്പെടുക്കണം തന്നെയാണ് ഖുർആന്റെ ആഹ്വാനം. ഒരു സംശയവും വേണ്ട. ഇനി തീർന്നില്ല സഹോദരങ്ങളെ. ഈ റമദാൻ ഖുർആനിന്റെ മാസമാണെങ്കിൽ നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ശരിക്കൊന്നാലോചിക്കണം. റമദാനിൽ മാത്രല്ല, അല്ലാത്ത കാലത്താണെങ്കിലും ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ? നമ്മൾ അള്ളാഹുവുമായി ബന്ധമുള്ളവരാവും, സ്വർഗത്തിൻ്റെ അവകാശികളാവും. അല്ലേ ആ ബന്ധം നമുക്ക് കുറയും, ഒരു സംശയവും വേണ്ട അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ദിവസം രാവിലെ പല്ല് തേക്കാതെ, ശരിക്കൊന്ന് ബാത്റൂമിൽ പോകാതെ, ഒന്ന് കുളിക്കാതെ നമ്മളൊരു അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ പെട്ടെന്ന് വരാന്ന് കരുതി ഒന്നാണ് പോയാലും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും അല്ലേ? എന്താ അസ്വസ്ഥത? ഇന്ന് കുളിച്ചിട്ടില്ല, ഇന്ന് പല്ല് വെച്ചിട്ടില്ല. അതൊരു അസ്വസ്ഥ. നമ്മുടെ ദിനചര്യയിൽ ഒരു ചെറിയ അപാകത സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് ശരിക്ക് ഇതുപോലെ ഖുർആൻ ഓതാത്തൊരു ദിവസം നമ്മെ അസ്വസ്ഥപ്പെടുത്തണമെന്നാണ്. ഈ പടച്ചോനെന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ലല്ലോ, അത് നമുക്കൊരു പ്രയാസമായി വരുന്നത് വരെ ഖുർആനുമായി നമ്മുടെ ബന്ധം ശരിയായിട്ടില്ല എന്ന് ശരിക്കും ഇരുന്ന് ആലോചിച്ച് നോക്കി. ഖുർആനുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? ഇല്ലെങ്കിലുള്ള പ്രശ്നം, ഖുർആൻ ഓതിയിട്ടാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക. എങ്ങനെ? സ്വർഗത്തിലേക്ക് അള്ളാഹു ആളുകളെ പ്രവേശിപ്പിക്കുന്നത് ഈ ഖുർആൻ ഓതിയിട്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതേ, ഇഖ്റ വറത്തിൽ കമാ തുറത്തിലു ഫിദ്ദുനിയാ. സ്വർഗത്തിലേക്ക് കയറുന്ന സമയത്തതാ വിശ്വാസികളോട് പറയപ്പെടുന്നു, ഇഖ്റ നീ ഓതിക്കോ, വർത്തഖി നീ കയറിക്കോ, വറത്തിൽ നീ പാരായണം ചെയ്തോ, കമാ തുറത്തിലു ഫിദ്ദുനിയാ. ദുനിയാവിൽ എങ്ങനെയാണോ നീ ഖുർആൻ ഓതിയത് അതുപോലെ ഖുർആൻ ഓതിയിട്ട് സ്വർഗത്തിന്റെ ഓരോ സ്റ്റെപ്പും കയറിക്കോ. ഇങ്ങനെ ഖുർആൻ ഓതി സ്വർഗത്തിന്റെ സ്റ്റെപ്പ് കയറാൻ നമ്മളോട് പറഞ്ഞ ഖുർആൻ ഓതി എത്ര സ്റ്റെപ്പ് നമ്മൾ കയറും? വിശ്വാസികളെ, കുറ്റപ്പെടുത്തല്ല, നമ്മൾ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. നമ്മളിപ്പോഴും വിചാരിച്ചത് നമുക്കൊന്നും ഖുർആൻ മനപ്പാഠം പഠിക്കൽ ബാധ്യത ഇല്ല എന്നാ. ഖുർആൻ ഓതുന്നത് ബാധ്യതയല്ല എന്നാണ്. അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല സഹോദരങ്ങളെ. മാത്രമല്ല, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹിന്റെ ഹദീസിലില്ലേ? എവിടെയാണതുള്ളത്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുകയും അയാളോട് ഖബറിൽ വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ചോദ്യങ്ങളെ കുറിച്ച് അറിയുന്നവരാണ് നമ്മൾ. നിന്റെ റബ്ബാരാണടോ, നിന്റെ ദീനേതാണടോ എന്നിങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മനുഷ്യനാരാണ്? ഈ മനുഷ്യനാരാണെന്ന് ചോദിക്കുമ്പോ വിശ്വാസി പറയും, മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ അന്ത്യദൂതനാണ്, മുഹമ്മദ് നബിയാണ് എന്ന് വിശ്വാസികൾ പറയും. അപ്പൊ അടുത്ത ചോദ്യം എന്താ അറിയോ? എങ്ങനെയാണ് മുഹമ്മദിനെ നിനക്ക് മനസ്സിലായത്? ഖബറിൽ വെച്ച് മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹദീസ് സ്വഹീഹാണ്, സംശയവും വേണ്ട. എങ്ങനെയാണ് മുഹമ്മദിനെ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോ വിശ്വാസി ഉത്തരം പറയുന്ന ഉത്തരം എന്താണെന്ന് അറിയുമോ? ഖറഅതു കിതാബല്ലാഹ് വസദ്ദഖ്തു ബിഹി. ഞാൻ ഇന്റർനെറ്റിൽ തപ്പിയപ്പോൾ റസൂലുള്ളാഹിന്റെ ചിത്രം കണ്ടു എന്നല്ല, നബിയുടെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എന്നല്ല. ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിച്ചു, പരിശുദ്ധ ഖുർആൻ ഓതി, അത് സത്യപ്പെടുത്തി ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നബിനെ എനിക്ക് മനസ്സിലായത്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയാണ്, ഒരു മനുഷ്യന് വേണമെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇൻ്റെ ഖബറിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമല്ലേ എന്നുള്ളതെന്നാണ്.
നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ പറ്റുന്നു. എന്താണത്? ഞാൻ സ്ഥിരമായി ഖുർആൻ ഓതുകയും അത് പഠിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞേക്കാം. നേരെ മറിച്ച് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയാറുണ്ടായിരുന്നു ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ. കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഇന്ന അവ്വല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തെ വീടുകളിൽ വെച്ച് ഒന്നാമത്തെ വീട് ഖബറാണ്. ആ ഖബറിൽ വെച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ട് അവന് രക്ഷയാണ്, വിജയമാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടാലോ എല്ലാ നിലക്കും പിന്നീട് പരാജയമാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു കരഞ്ഞത് എന്നാ. സഹോദരങ്ങളെ, ശരിക്കും ആലോചിക്കുക, നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ റമദാനിലെങ്കിലും ആ ബന്ധമൊന്ന് തുടങ്ങണ്ടേ? ഞാൻ ഏറ്റവും ലളിതമായി സൂചിപ്പിക്കാം. ഒരു തവണയെങ്കിലും ഖുർആൻ ഓതി തീർക്കുമെന്നൊന്ന് തീരുമാനിക്കാൻ നമുക്ക് മിനിമം അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ 10 മാറ്റി വെക്കരുത്. അവസാനത്തെ 10 ഇസ്തിഗ്ഫാറിന് കൂടുതൽ സമയം കൊടുക്കേണ്ട സമയമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, നീ പാപങ്ങൾ പൊറുക്കുന്നതേറെ ഇഷ്ടപ്പെടുന്നവനാണ്, എൻ്റെ പാപം പൊറുത്തു തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി അതേ ഈദ്ഗാഹിലേക്ക് പോകാൻ, പെരുന്നാൾ നിസ്കരിക്കാൻ പോകാൻ നമുക്ക് പറ്റണം. അതിനെന്ത് ചെയ്യണം? ഒന്നാമത്തെ രാത്രി മുതൽ നമ്മൾ ഓതി തുടങ്ങണം. ഒരു ദിവസം ഒരു പേജ് ഓതണം. ഒരു ദിവസം ഒരു ജുസ് ഓതണം. അല്ലേ? 20 പേജാണ് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ. 20 ഒരു ഏടിൻ്റെ 2 പുറം കൂട്ടി അങ്ങനെ 20 പേജ്. ശരിക്കും നമ്മൾ സുബഹിൻ്റെ സമയത്ത് ഇരുന്ന് ഒരു അരമണിക്കൂർ ഓതിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇനി അതിന് പറ്റണില്ലേ, നമ്മളെന്ത് ചെയ്യുക? സുബഹിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെയും വക്തുകളുടെ മുമ്പോ ശേഷമോ ഒരു 2 പേജ് ഓതിയാൽ തീരാവുന്നതേ ഉള്ളൂ. വളരെ ലളിതമായി തീർക്കാം അല്ലേ? പക്ഷെ എന്തുവേണമെന്നറിയോ? നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഒന്ന് കൺട്രോൾ വരുത്തണം. റമദാൻ ഭക്ഷണത്തിൻ്റെ മാസമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. റമദാൻ നോമ്പിൻ്റെ മാസം. അപ്പം നമുക്ക് സുബഹിക്ക് നേരത്തെ പള്ളിയിലെത്താൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ച് 50 ആയത്ത് ഖുർആൻ ഓതിയിരുന്നു അല്ലേ? എന്നിട്ട് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിനെത്തും. നമ്മളോ ആദ്യത്തെ 5 ദിവസമൊക്കെ നമ്മൾ സുബഹിക്ക് പള്ളിയിലുണ്ടാകും, പിന്നെ നമ്മളെ കാണൂല. പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് ബാങ്കൊക്കെ അങ്ങനെ കാത്തിക്കുക, ബാങ്ക് കേട്ടാൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, കടന്നുറങ്ങുക. അല്ല, ആ സമയമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു ഏറ്റവും കൂടുതൽ ബർക്കത്ത് നൽകുമെന്ന് പറഞ്ഞ സമയങ്ങളിൽ ഒന്നാണ് ഈ അതിരാവിലെ പ്രഭാതത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം. നമസ്കാരങ്ങളിൽ തറാവീഹ് ഉണ്ടാകണം, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകണം, ഖുർആൻ ഓത്തുണ്ടാകണം. അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ദുആ ദിക്റുകൾ നമ്മൾ കൃത്യമായി പതിവാക്കണം. എന്താ ദുആ ദിക്റുകൾ പതിവാക്കണം എന്ന് പറയുന്നത്? അള്ളാഹു ഈ റമദാനുമായി ബന്ധപ്പെട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ. അതേ ഖുർആനാ പറയുന്നത്. നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുന്നതിനിടക്കാണ് പറയുന്നത്. എൻ്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ആ അടിമയോട് നീ പറയണം, മുഹമ്മദേ, ഞാൻ അവൻ്റെ അടുത്തുണ്ട്. അവനെന്നോട് ചോദിച്ചാൽ, അവനെന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ ഉത്തരം നൽകും. പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവോട് മാത്രമാണ്. മാത്രമല്ല ആ അല്ലാഹുവോട് ചോദിക്കേണ്ടതെല്ലാം ചോദിക്കണം. പ്രത്യേകിച്ച് റമദാനിൽ ചോദിക്കണം. കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷ ചോദിക്കാം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കണം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കണം, അമലുകൾ സ്വീകരിക്കാൻ രക്ഷ ചോദിക്കണം.
എന്തെല്ലാം ആവശ്യങ്ങൾ റബ്ബിനോട് പറയാനുണ്ട്, എല്ലാം നമ്മൾ പറയണം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണി, നമ്മൾ ഈ അനുഭവിക്കുന്ന അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളില്ലേ, ഈ അനുഗ്രഹങ്ങളൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. കണ്ണിൻ്റെ കാഴ്ചയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വെറുതെ ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാം. സ്ഥിരമായി ചെയ്യുന്ന, ഒന്നും വേണ്ട, ഇരിക്കുന്ന സിറ്റ് ഔട്ടിൽ നിന്ന് അടുക്കളയിലേക്കും ബാത്റൂമിലേക്കും മുറ്റത്തുകൂടിയും ഒന്ന് കണ്ണടച്ചു നടന്നു നോക്കൂ. എന്തുമാത്രം പ്രതിസന്ധി അനുഭവിക്കുന്നു ശരിക്കറിയാം. കേൾവി എന്ന അനുഗ്രഹം, ആരോഗ്യമെന്ന അനുഗ്രഹം, എല്ലാ അനുഗ്രഹങ്ങളും അല്ല നമുക്ക് തന്നു. പക്ഷേ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് കാവല് ചോദിക്കാനല്ല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആരൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഏതൊക്കെ ദിവസമാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? മഹാനായ ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആ, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഏതാ? അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരങ്ങളിലും 3 തവണയായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയില്ലേ? ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫക്രി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് എല്ലാ രാവിലെയും 3 തവണ ചൊല്ലിക്കോ, എല്ലാ വൈകുന്നേരവും 3 തവണ ചൊല്ലിക്കോ. കാരണം നിന്റെ ശരീരത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് നിന്റെ ഇബാദത്തിനെ പോലും ബാധിക്കുന്നതാണ്, നിന്റെ നിത്യജീവിതത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് റബ്ബേ ആഫിനി ഫീ ബദനി, എന്റെ ശരീരത്തിന്, എന്റെ തടിക്ക് നീ ആഫിയത്ത് നൽകണേ. നോക്കി നിങ്ങള്, ആ ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പെട്ടില്ലേ? ഇന്ന് അള്ളാഹ് വീണ്ടും നമ്മളോട് ചോദിക്കാൻ പറഞ്ഞു, അത്ര ഗൗരവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, എന്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണേ റബ്ബേ, എന്റെ കേൾവിക്ക് പ്രയാസമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരണേ റബ്ബേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കണ്ണിന് കേടില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരണേ. അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടാൽ എന്തുമാത്രം വലിയ ബുദ്ധിമുട്ടാണ് അതിലൂടെ അനുഭവിക്കുക. എന്നിട്ട് റബ്ബിന്റെ വഹ്ദാനിയത്ത് അരക്കിട്ടുറപ്പിക്കുന്ന പ്രാർത്ഥനയാണത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുല്ല. പടച്ചോനെ, ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു തരാൻ ഒരാൾക്കും സാധ്യല്ല. അതുകൊണ്ട് റബ്ബേ നീ എന്നെ സംരക്ഷിക്കണേ, എന്നെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ലിബറിസത്തിന്റെ കാലഘട്ടമാണ്. അതെ, റബ്ബിനെ നിഷേധിക്കുന്നതും റസൂലുള്ളാഹിനെ നിഷേധിക്കുന്നതും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതും വലിയ ഹരമായി കൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫ്രി, അല്ലാഹു എങ്ങനെ നിഷേധിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. ഞാൻ ചെറുതായിട്ട് ആ ഭാഗം ഒന്ന് സൂചിപ്പിക്കാം. പല ആളുകളും സ്വതന്ത്ര ചിന്ത എന്ന നിലക്ക് കൊണ്ടടക്കുന്ന സാധനമാണ് ഈ ലിബറലിസം എന്ന് പറയുന്നത് അല്ലേ? എന്താ ഇതിൻ്റെ ആകത്തുക? ഈ അടുത്ത കാലത്ത് ഈ കൂട്ടത്തിൽപ്പെട്ട, ഞാൻ ആളുകളുടെ പേര് പറയാത്തത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളതുകൊണ്ടാണ്, പ്രഗത്ഭനായൊരു നേതാവ് ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞെന്തറിയോ? ഈ സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും മനുഷ്യനെ സ്വതന്ത്രരാക്കലാണെന്നാ. അതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്,
നമ്മുടെ നാട്ടിൽ വൃദ്ധരായ ആളുകൾ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യണം, അതല്ലെങ്കിൽ അവർക്ക് മരുന്ന് കിട്ടാതെ അവർ മരിച്ചു പോകണം. എന്തിനാണ് ഈ മരുന്ന് കൊടുത്ത് അവരെങ്ങനെ ജീവിപ്പിക്കണത്? അത് വളർന്നു വരുന്ന തലമുറക്കൊരു ഭാരമാണ്, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണെന്ന്. ഇതാണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞതിൻ്റെ അകക്കാമ്പ് ഇതൊക്കെയാണ്. അതേപോലെ ആ ചാനലിൻ്റെ അവതാരിക ഈ മനുഷ്യനോട് ചോദിച്ചു, ഈ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ ഉമ്മക്കാണോ ഉപ്പക്കാണോ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്? ഇയാൾ ഒരു സംശയമില്ലാതെ പറഞ്ഞു, ഉമ്മക്കു മാത്രമാണ് കുട്ടികളെ വളർത്തുന്നതിലുള്ള ഉത്തരവാദിത്തം. എന്താ തെളിവ്? അദ്ദേഹം വളരെ കൃത്യമായി തെളിവും പറഞ്ഞു. എന്തറിയോ? ഈ നാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ പ്രസവിക്കുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ കോഴിയില്ലേ? കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആൺകോഴിയാണോ അതോ പെൺകോഴിയാണോ? ഒരു പശുവാണോ കാളയാണോ കുട്ടിയെ വളർത്തുന്നത്? ഇതുപോലെ മനുഷ്യനുമുള്ളൂ. ഒരു മൃഗത്തിന്റെ ആ സംസ്കാരം പോലും ഒരു മനുഷ്യനു വേണ്ടെന്ന് പറയുന്നിടത്തേക്ക് ലിബറലിസം മാറുമ്പോ ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി, നിഷേധത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നാഥ ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങണേ പ്രാർത്ഥന. കാരണം അത്ര ഗൗരവമുള്ളതാണ്. സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇഹലോകത്തും പരലോകത്തുമുള്ള നന്മയെ തീരുമാനിക്കുന്നതാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, മിൻ ശർരി സമഈ, എന്റെ കേൾവിയുടെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ബസരി, എന്റെ കാഴ്ചയുടെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ഖൽബി, എന്റെ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന്, വമിൻ ശർരി മനിയ്യി, എന്റെ ശുക്ലത്തിന്റെ ഷർറിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. രണ്ട് നിലക്കുള്ള രക്ഷയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഒരാളെ കൊണ്ട് അല്ലാഹ് ചോദിപ്പിക്കുന്നത് എന്നാണ് മുഹദ്ദിസുകൾ പറഞ്ഞത്. ഒന്നാമത്തത്, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ വ്യഭിചാരം, ഏറ്റവും വലിയ തെറ്റ് കണ്ണുകൊണ്ട് തെറ്റ് കാണലാണ്. അങ്ങനെ കാണാവുന്ന സാഹചര്യങ്ങളിൽ നീ എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ. മോശമായത് കേൾക്കാതെ, മോശമായത് പറയാതെ, മോശമായത് ചിന്തിക്കാതെ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തണേ റബ്ബേ. റമളാനിനെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ തിന്മയിൽ നിന്നുള്ള കാവലല്ലേ ഇത്? മോശം പറയാതെ, മോശം ചിന്തിക്കാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? തീർന്നില്ല. ഇതിന്റെ രണ്ടാമത്തെ നേട്ടം എന്താ അറിയോ? മഹാന്മാരായ മുഹദ്ദിസുകൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഈ പറയുന്ന അവയവങ്ങളൊക്കെ അവന് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബലഹീനതകൾ, അതുകൊണ്ട് ആ അവയവങ്ങൾക്കുണ്ടാകുന്ന ഷർറുകൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നുകൂടെയുള്ള രക്ഷയാണ് ഒരു വിശ്വാസിക്ക് ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ദിക്റുകൾ, അദ്കാറുൽ സ്വബാഹും അദ്കാറുൽ മസാഹും നമ്മുടെ റമളാനിൽ കടന്നു വരണം. സ്വതക്കയുണ്ടാകണം. അതേ പ്രിയപ്പെട്ടവരെ, അത്താഴത്തിന്റെ പ്രാധാന്യം മറക്കാതിരിക്കണം. അത്താഴം വളരെ ബലപ്പെട്ടതാണ്. അത്താഴം വളരെ പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇന്ന ഫിസ്സുഹൂരി ബറക്കത്തുൻ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പോ സമയം നേരത്തെ ആകാതിരിക്കാനും സമയം വൈകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൃത്യസമയത്ത് അത് നിർവഹിക്കണം. ഇങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട്
നമുക്ക് ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും നാം ചെയ്യണം. ഈ ഇൽമിയായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മുന്നിൽ പീസ് റേഡിയോ ഉണ്ട്, അതേ നമ്മുടെ മുന്നിൽ നേർവഴിയുണ്ട്, നേർപഥമുണ്ട്, ആദർശ പഠന ക്ലാസ് ഉണ്ട്, എത്രയോ സംവിധാനങ്ങളുണ്ട് ദീനു പഠിക്കാൻ. അള്ള തന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് അവയെല്ലാം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. അല്ലേ സഹോദരങ്ങളെ? എന്തറിയോ, ഇതൊക്കെ ഇപ്പം നമ്മൾ ചിന്തിക്കണം. ഇപ്പം നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയാനകതയിലേക്ക് നമ്മൾ കടക്കുന്നുള്ളതാണ്. കാരണം പിന്നെ എപ്പോഴത് ചിന്ത വരിക എന്നറിയോ? മനുഷ്യൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ മരണം വരുന്നൊരു സമയത്താണ്. ഒരു കവി വളരെ മനോഹരമായി അത് നമ്മളെ പഠിപ്പിച്ചു. തഫക്കർതു ഫീ ഹശ്രി വയൗമ ഖിയാമത്തി വഇസ്ബാഹു ഖദ്ദി ഫിൽ മഖാബിരി സാവിയാ ഫരീദൻ വഹീദൻ ബഅദ ഇസ്സിൻ വമൻഅത്തിൻ റഹീനം ബിജുറുമി വത്തുറാബു വിസാദിയാ تفكرت في طول الحساب وأرضه وذل مكامي حين أعطي كتابيا ولكن رجائي فيك ربي وخالقي وأنك تغفر يا إلهي خطايا. ജീവിക്കുന്ന സമയമത്രയും ഇതൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കേണ്ട സന്ദർഭങ്ങൾ ഒരുപാട് കടന്നുപോയി. ഖുതുബകൾ കേട്ടു, പ്രഭാഷണങ്ങൾ കേട്ടു, വായിക്കേണ്ടത് വായിച്ചു, കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കി, മരിക്കുമെന്ന് മനസ്സിലായി, എല്ലാം അറിഞ്ഞു, എല്ലാം കേട്ടു. പക്ഷേ ചിന്തിക്കേണ്ടതൊന്നും ചിന്തിക്കാതെ അവസാന ഘട്ടമായപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? തഫക്കർതു ഫീ ഹശ്രി വയൗമ ഖിയാമത്തി. എന്റെ മഹ്ശറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി. ആ ഖിയാമത്ത് നാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ആ നിൽപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി. വഇസ്ബാഹു ഹദ്ദി ഫിൽ മഖാബിരി സാവിയാ. എന്റെ കവിൽ തടത്തെ ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന രംഗം അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കി. ഫരീദൻ വഹീദൻ ബഅദ ഇസ്സിൻ വമൻഅത്തി. എന്തുമാത്രം ഗൗരവമുള്ള വരിയാണ് ഈ കവി നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ ആഡംബരങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവനായിരുന്നു ഞാൻ. അതെല്ലാം കഴിഞ്ഞിതാ ഞാൻ ആ ഖബറിൽ ഒറ്റക്കായി ഏകനായി കിടക്കേണ്ടി വരുന്നു. ആ സന്ദർഭത്തെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്. ഒരു വേള ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കാൻ ആളുകളുണ്ട്, സംസാരിക്കാനുണ്ട്, എല്ലാറ്റിനും നമ്മുടെ കൂടെ ആളുണ്ട്. പക്ഷേ ഇന്നിവിടെ വെച്ചു നമ്മളങ്ങ് മരണപ്പെട്ടാൽ നാളെ നമ്മെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൽ നമുക്ക് കൂട്ടിനാരാനുണ്ടാവുക? എന്തായിരിക്കും നമ്മുടെ ഖബറിലെ അവസ്ഥ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണവ പരസ്പരം തിന്നുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അതേ ഖബറിലേക്കങ്ങ് വെച്ചാൽ നമ്മുടെ ശരീരത്തെ തിന്നു തീർക്കാൻ വേണ്ടി ആർത്തിയോടുകൂടെ വരുന്ന ചിതലുകളാണ്, പുഴുക്കളാണ് കൂട്ടിനുള്ളത്. ആ ചിതലുകളും പുഴുക്കളും ഒരു മടിയും കൂടാതെ തിക്കുകയാണ്, തിരക്കുകയാണ്. എന്തിനെന്നറിയുമോ? നമ്മുടെ ഈ ശുദ്ധമായ ശരീരം നമ്മൾ പൗഡറിട്ട് മിനുക്കിയിരുന്ന, ക്രീമുകൾ തേച്ച് സംരക്ഷിച്ചിരുന്ന
ഡോക്ടറെ കണ്ടുകൊണ്ട് കറുത്ത പാടുകൾക്ക് മരുന്ന് കഴിച്ചിരുന്ന ഈ തടിയില്ലേ, ഈ തടി തിന്നു തീർക്കാൻ മത്സരിക്കുകയാണ്. ഒരു നിലക്കും ഒരു പ്രയാസവും ഇല്ലാതെ. ഇനി ഭൂമിപ്പുറത്തുള്ള നമ്മുടെ കുടുംബമോ? ഒന്നാലോചിച്ച് നോക്കണേ. നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കാരാ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും. അവർക്ക് നമ്മോട് വെറുപ്പായിട്ടല്ല, വേഗം ഖബറടക്കുന്നതാണ് നല്ലത് എന്നുള്ള ഹദീസ് അതനുസരിച്ച് അവർ നമ്മളെ വേഗം ഖബറടക്കാൻ ശ്രമിക്കുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയും. ഒരു നാട്ടിൽ ഏറ്റവും വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയൊരു മനുഷ്യൻ, AC ഉണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ മനുഷ്യൻ മരിച്ചാലും അയാളെ കൊണ്ടുപോയി ഖബറിൽ വെക്കും അയാളുടെ മക്കളും കുടുംബവും വേണ്ടപ്പെട്ടവരും. അതേ ആ ഖബറിലേക്ക് ആ മനുഷ്യനെ വെച്ച് തിരിച്ചു പോരുന്ന സമയത്തതാ ഒരു ശക്തമായ മഴ വർഷിക്കുന്നുവെന്ന് വിചാരിച്ചോ? ആ മഴ പെയ്താൽ ഈ ആളുകൾ എന്ത് ചെയ്യും? ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനുണ്ടാക്കിയ കൊട്ടാര സമാനമായ വീടില്ലേ, ആ വീടിന്റെ വരാന്തയിലേക്ക് ഓടിക്കയറും, ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറും. ആ വീടുണ്ടാക്കിയ മനുഷ്യനോ അയാൾ ഖബറിലാണ്. മഴ പെയ്ത് ആ ഖബറിന്റെ അടുത്ത് വെള്ളം കെട്ടി നിന്ന് അവസാനം ഖബറിലേക്ക് വെള്ളം ഇങ്ങനെ ഊർന്നൂർന്ന് ചെന്ന് ഈ മനുഷ്യന്റെ കഫം പുടവയിലും ഖബറിലും വെള്ളം നിറയുന്ന അവസ്ഥ. കൊലായിലിരുന്നു കൊണ്ട് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ആലോചിക്കുകയാണ്. ആ മകനൊന്ന് ചിന്തിക്കുന്നില്ലല്ലോ, എന്റെ ബാപ്പ ഇന്ന് കിടക്കുന്ന ഖബറിന്റെ മുകളിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറിട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നാളെ ഞാനും ഇതേ അവസ്ഥയിലാണ് ഖബറിൽ ചെന്ന് കിടക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. അതേ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കേണ്ടവരല്ലേ നമ്മൾ? കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ നോമ്പെടുത്ത പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ലല്ലോ. അതേ ഈ റമദാനിലെ ഒന്നാമത്തെ അത്താഴത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുമ്പോ ചിലരുടെ മനസ്സിലെങ്കിലും തികട്ടി വരും, കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ നോമ്പെടുക്കാനുണ്ടായിരുന്ന എൻ്റെ ഉമ്മ ഇന്നെൻ്റെ കൂടെ ഇല്ലല്ലോ. ചില ആളുകൾക്ക് നോമ്പ് തുറക്കാൻ സമയത്ത് ഓർമ്മ വരികയാണ്, ഒന്നിച്ച് കളിച്ച് നടന്നിരുന്ന കൂട്ടുകാരനാണ്, പള്ളിയിൽ വെച്ചൊന്നിച്ച് നോമ്പ് തുറന്നിരുന്നവനാണ്, ഇന്നവൻ എൻ്റെ കൂടെ നോമ്പ് തുറക്കാനില്ലല്ലോ. ഓർമ്മ വന്നിട്ട് കാര്യമുണ്ടോ? ചിന്തിക്കണ്ടേ, നാളെ ഞാനും ഇതേ അവസ്ഥയിലാണ്. അടുത്ത കൊല്ലം എൻ്റെ കൂട്ടുകാരും എൻ്റെ മക്കളും ഓർക്കും, എൻ്റെ ഉപ്പ ഈ കൊല്ലം അത്താഴം കഴിക്കാൻ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, എൻ്റെ ഉപ്പ ഇന്ന് ഖബറിലാണല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരും. അതേ ഈ കവി അതിനു ശേഷം നമ്മോട് പറയുന്നു, റഹീനം ബിജുർമി വത്തുറാബു വിസാദിയ. ആ ഖബറിലേക്ക് എന്നെ വെക്കുമ്പോഴോ എന്റെ തെറ്റുകളെയാണ് ഞാൻ പണയപ്പെടുത്തിയിരിക്കുന്നത്. ആ ഖബറിലുള്ള മണ്ണാണ് എനിക്ക് തലയണയായി നൽകപ്പെട്ടിട്ടുള്ളത്. ഖബറിലേക്ക് പോകുമ്പോഴേ റമദാനും നോമ്പും നല്ല കുറെ അമലുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരില്ല. നിരമറിച്ച് അതതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാതെയാണ് നമ്മൾ പോകണമെങ്കിൽ നമ്മളും പറയേണ്ടി വരും, എൻ്റെ തെറ്റുകളെല്ലാം അതെൻ്റെ കൂടെ എനിക്ക് പ്രയാസകരമായ അവസ്ഥ സൃഷ്ടിക്കാൻ എൻ്റെ കൂടെ പോരുകയാണല്ലോ. ഇവിടെയാണെങ്കിൽ എനിക്കൊരു സൗകര്യമില്ലല്ലോ, ഈ മണ്ണിൽ ഞാൻ കിടക്കണ്ടേ. തഫക്കർതു ഫീ തൂലിൽ ഹിസാബി വഇർളിഹി വദുല്ലി മകാമി ഹീന ഉതാ കിതാബിയാ. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ റബ്ബിന്റെ മഹ്ശറിൽ ഞാൻ നിൽക്കുന്ന സന്ദർഭം, എൻ്റെ കയ്യിലേക്ക് ആ ഗ്രന്ഥം നൽകപ്പെടുമ്പോ ഞാൻ അനുഭവിക്കുന്ന നിന്ദതയെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണ്. ഇടത് കൈയിലൂടെ എങ്ങാനും എൻ്റെ ഗ്രന്ഥം വാങ്ങേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ പേര് മുസ്ലിമായിരുന്നു, നോമ്പെടുക്കുന്നവനായിരുന്നു, നിസ്കരിക്കുന്നവനായിരുന്നു. ഒരുപാട് ആളുകൾ എന്നെ കുറിച്ച് ഒരുപാട് പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ശൂന്യനാണല്ലോ. ഈ റബ്ബിന്റെ കോടതിയിൽ ഞാനെല്ലാം നഷ്ടപ്പെട്ടു പോയവനാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതേ ഖുർആൻ പറഞ്ഞില്ലേ,
നിസ്കാരം ശരിക്ക് നിർവഹിക്കാൻ പറ്റാത്തവനാണ്, മഹ്ശറിലെ ഏറ്റവും വലിയ നിന്ദത അനുഭവിക്കുന്നവൻ. അവന്റെ തലയൊന്നുയർത്താൻ പോലും അവന് സാധ്യമല്ല. വലാകിൻ റജായി ഫീക റബ്ബി വഖാലികി. അവസാനം ഈ കവി പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും റബ്ബേ, റജായി, എൻ്റെ പ്രതീക്ഷ മുഴുവനും നിന്നിലാണ്. അല്ലാഹുവേ നീ ഖാലിക്കാണ്, അല്ലാഹുവേ നീ ഗഫൂറാണ്, അല്ലാഹുവേ നീ റഹീമാണ്, പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. എന്നോട് കരുണ കാണിക്കണേ റബ്ബേ. ബിഅന്നക തഗ്ഫിറു യാ ഇലാഹി ഖതാഇയാ. എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ റബ്ബേ. ഇത് വിശ്വാസികളോട് അല്ലാഹു വളരെ ഗൗരവത്തിൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ മാസമാണ് റമദാൻ. ആ ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം അല്ലേ? റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയൊരു ബാധ്യത നിർവഹിച്ചവരാകണം നമ്മൾ. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ പൂർണ്ണമായി മുസ്ലിമാകണേ മുഅ്മിനുകളെ. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിലേക്ക് റബ്ബിന് കീഴൊതുങ്ങി അല്ലാഹ് പറയുന്നത് കേൾക്കുന്നവരായി മാറണം, തഖ്വയുള്ളവരായി മാറണം. കാരണം നോമ്പ് അതിനുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞില്ലേ, കല്ലുകളും മുള്ളുകളുമുള്ള ഒരു സ്ഥലത്തുകൂടി നീ നടന്നു പോകുമ്പോ എത്ര സൂക്ഷ്മതയോടുകൂടെയാണോ നിന്റെ കാല് നീ വെക്കുക, ഇതുപോലെ നീ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. തെറ്റുകളും അശ്ലീലങ്ങളുമുള്ള കാലഘട്ടത്തിൽ അവ തന്റെ ജീവിതത്തിലേക്ക് പറ്റാതെ അവയിൽ ഉൾപ്പെടാതെ ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങൾ പിന്തുടരരുത്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ അമലുകളുടെ വിഷയത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും വഴിതെറ്റിക്കാൻ നമ്മുടെ പിന്നാലെ പിശാചുണ്ടാകും. ആ പിശാചാണ് നമുക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നത്, അവനാണ് നമുക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നത്, അവനാണ് വസയ്യന ലഹും അഅമാലഹും. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിക്കും. ഒരു വേണ്ടാത്തരം ചെയ്ത അത് വേണ്ട തന്നെയെന്ന് തോന്നിപ്പിക്കണത് ശൈത്താനാണ്, ഞാനല്ല, ഖുർആൻ അല്ലേ? ഒരു തോന്നിയാസം ചെയ്തിട്ട് ഒരാളോട് പകയും വെറുപ്പും ഉണ്ടാകുന്ന വർത്താനം പറഞ്ഞിട്ട് പിശാചി നമ്മെ തോന്നിപ്പിക്കാണ്. എന്ത്? അതാണ് നല്ലത്, അത് അലങ്കാരത്തിന്റെ വർത്തമാനമാക്കിയിട്ട് അവർക്ക് മാറ്റിക്കൊടുക്കുമെന്ന് പിശാച് അല്ലാഹുവിനോട് പറഞ്ഞതാ. അതുകൊണ്ട് അത് ശരിക്കാലോചിക്കുക, ശ്രദ്ധിക്കുക. മാക്സിമം നോമ്പിന് ഉപയോഗപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മെക്കുറിച്ച് ഈ റമദാൻ എന്ന അതിഥി സംതൃപ്തിയോടുകൂടി നല്ല 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 വാക്കുകൾ നമ്മെക്കുറിച്ച് പറയുന്ന അവസ്ഥയുണ്ടാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി. ഖുർആനും നോമ്പും അല്ലാഹുവിനോട് ശുപാർശ പറയും എന്ന് യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ. അസ്സിയാമു, നോമ്പ് പറയുന്ന ശുപാർശ എന്താണെന്നറിയുമോ? അല്ലാഹുവേ, നോമ്പിന്റെ പകലുകളിൽ ഈ മനുഷ്യന്റെ മുന്നിൽ ഭക്ഷണമുണ്ടായിരുന്നു, ഇയാൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അയാളുടെ ആഗ്രഹങ്ങളെയും ഭക്ഷണങ്ങളെയും മാറ്റി നിർത്തിയത് ഞാനാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഫശഫ്ഫിഅനി ഫീഹി, ഈ മനുഷ്യന് നീ ശുപാർശ നൽകണേ. ഖുർആനും പറയും, രാത്രി മനുഷ്യന്റെ ഉറക്കിനെ നഷ്ടപ്പെടുത്തിയത് ഞാനാണ്, അതുകൊണ്ട് ഈ മനുഷ്യന് നീ ശുപാർശ നൽകണേ, ഇയാളെ സ്വർഗത്തിലാക്കണേ എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഫയുശഫ്ഫഅൻ, ആ രണ്ട് ശുപാർശയും അല്ലാഹ് സ്വീകരിക്കും. അപ്പോ അങ്ങനെ നമ്മെക്കുറിച്ച് നല്ല ശുപാർശ ഖുർആനും നോമ്പൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം.
അതിനുവേണ്ടി മാക്സിമം പരിശ്രമിക്കുക. ആദ്യം പറഞ്ഞത് ആവർത്തിച്ച് അവസാനം വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിശ്വാസിയെക്കുറിച്ചും വേണ്ടാത്തൊരു ചിന്ത മനസ്സിലുണ്ടാകരുത്. ഒരാളെക്കുറിച്ചും വെറുപ്പില്ലാതെ ശുദ്ധ മനസ്സോടുകൂടി നോമ്പിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ നോമ്പ് വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ഇല്ലാതാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നീ ഇല്ലാതാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, പരിശുദ്ധ ഖുർആൻ അത് ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് പാരായണം ചെയ്യാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള നല്ലൊരു മനസ്സ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.